Good evening, ma'am. Good evening, ma'am. Good evening. Good evening, ma'am. Good evening, ma'am. Good evening. Good evening, ma'am. Good evening. Pradeep, Krishna, good evening. എല്ലാവർക്കും good evening കേട്ടോ. ഗീതു ജയൻ, good evening. Okay. Good evening, ma'am. Good evening. Good evening, Nisha. Okay. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് കുറച്ച് ഡിസീസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഏതൊക്കെ ഡിസീസ് ആണ് നമ്മൾ പറഞ്ഞിരുന്നത് നിഷ? ഏതൊക്കെ ഡിസീസ് നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞു? റൂബല്ല, മംസ്, പിന്നെ ലാസ്റ്റ് പറഞ്ഞ രണ്ടും, ആദ്യം പറഞ്ഞത് പോളിയോ പോളിയോ മൈലറ്റീസ് അല്ലേ? പിന്നെ റുബല്ല, മംസ്, പോളിയോ മൈലറ്റീസ്, പിന്നെ ഡിഫ്തീരിയ, പെർട്ടൂസിസ്, പിന്നെ ടെറ്റനസ്. ഓക്കെ, അപ്പൊ ഒരുവിധം രോഗങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്തു അല്ലേ? ഏകദേശ ധാരണ കിട്ടിയോ ഈ രോഗങ്ങളെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു തന്നപ്പോ? കിട്ടി. സിംറ്റംസും കാര്യങ്ങൾക്കൊക്കെ അറിയാനായിട്ട് പറ്റുമല്ലേ ഇനി അല്ലേ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് ഇതിന്റെ ലക്ഷണങ്ങൾ കണ്ടാൽ ഇതിന്റെ രോഗമാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്തത് ഈ ക്ലാസ്സിൽ മൊത്തം പറഞ്ഞു തന്നത് കേട്ടോ. ഓക്കെ. ഓക്കെ. അപ്പൊ നമ്മള് മംസ് വരെ പറഞ്ഞു കഴിഞ്ഞായിരുന്നു. ഇനി നിങ്ങൾ നോക്കിയേ, ഒരു ടേബിള് കണ്ടോ അവിടെ? ടേബിള് കണ്ടോ? കണ്ടല്ലേ? ഓക്കെ. രമ്യ രമേശ് അല്ലേ ഇപ്പൊ പറഞ്ഞത്? രമ്യ? അതെ മാം. രമ്യ മോളെ ഈ ടേബിൾ ഒന്ന് വായിച്ചിട്ട് എന്താണെന്നൊന്ന് പറഞ്ഞേ. എല്ലാവരും ഒന്ന് മൈൻഡിലൊന്ന് റീഡ് ചെയ്യാ കേട്ടോ. ഈ ഒരു ടേബിള് മൈൻഡിലൊന്ന് റീഡ് ചെയ്യാം. രമ്യ ഒന്ന് എക്സ്പ്ലനേഷൻ പറയാ കേട്ടോ.
ഇതിന്റെ എന്തിനാണ്? ഓക്കെ. A regular immunization schedule needs to be followed since the time of the birth of the child till the stage mentioned in the schedule. When? Before birth to given to the mother. What? Tetanus. Why? Protect against tetanus. ഇത് പറയുന്നത് ടെറ്റനസിന് എതിരെയായിട്ട് ബിഫോർ ബർത്ത് BCG ആണോ മാം ഉദ്ദേശിച്ചത്? ബിഫോർ ബർത്ത് മദറിന് കൊടുക്കേണ്ടത് ബിഫോർ ബർത്തിന് മുമ്പ് മദറിന് കൊടുക്കേണ്ടതാണ് ടെറ്റനസിനെതിരെ അല്ലേ? അതല്ലേ കാണുന്നുണ്ടല്ലോ മറ്റുള്ളവർക്കൊക്കെ. ഒന്ന് ലീവ് ചെയ്തിട്ടൊന്ന് റീജോയിൻ ചെയ്ത് കയറി. ഞാൻ ടെറ്റനസിന്റെ ക്ലാസ് എടുത്തപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താ മദറിന് ആ ഒരു 2 മാസം അല്ലെ, അതായത് പ്രഗ്നൻസി ടൈമിന്റെ ആദ്യ 2 മാസത്തിൽ കൊടുക്കുന്ന വാക്സിൻ ആണ് ടെറ്റനസ് എന്ന് പറഞ്ഞ വാക്സിൻ. എന്തിനു വേണ്ടിയിട്ടാണ്? കുട്ടിക്ക് രോഗം വരാതിരിക്കാൻ, ന്യൂ ബോൺ ബേബീസിൽ ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രഗ്നന്റ് ആയിരിക്കുമ്പോ ഈ ഇഞ്ചക്ഷൻ കൊടുക്കുന്നത്. ഓക്കെ. പിന്നെ അടുത്തത് വായിക്കട്ടെ മാം. വായിച്ചോ. As soon as possible after birth, BCG. Protect against tuberculosis, TB. BCG കൊടുക്കുന്നത് ജനിച്ച ഉടനെ TB-ന്ന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് ട്യൂബർകുലോസിസ്. അടുത്തത് ഏജ് 6 വീക്സ്, DPT പോളിയോ ഡ്രോപ്സ്. പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് പോളിയോ, ഡിഫ്തീരിയ, പെർtussis ആൻഡ് ടെറ്റനസ്. 6 വീക്സ് ആവുമ്പോ DPT പോളിയോ ഡ്രോപ്സ് കൊടുക്കുന്നു. അത് പോളിയോയ്ക്കും ഡിഫ്തീരിയയ്ക്കും പെർtusisനും ടെറ്റനസിനും എതിരെയാണ് കൊടുക്കുന്നത്. അടുത്തത് ഏജ് 6 വീക്സ് ഓൺവേർഡ്സ് 3 ഡോസസ് മന്ത് 6 മന്ത്. 6 വീക്കിന് ശേഷം 6 വീക്ക് കഴിയുമ്പോൾ 3 ഓൺവേർഡ്സ് 6 മന്ത്. 6 മന്തിനുള്ളിൽ നിന്നാണ് മാം ഉദ്ദേശിക്കണേ? 6 മന്ത്. ഹെപ്പറ്റൈറ്റിസ് B കൊടുക്കണം. പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് ജോണ്ടിസ് അറ്റ് 0 to 1. മഞ്ഞപ്പിത്തത്തിനെതിരെ കൊടുക്കേണ്ടതാണ് ഹെപ്പറ്റൈറ്റിസ് B. അടുത്തത് ഏജ് 10 വീക്സ്, സെക്കൻഡ് ഡോസ് കൊടുക്കുന്നത് 10 വീക്സിലാണ്. DPT പോളിയോ, പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് പോളിയോയും ഡിഫ്തീരിയയും. പോളിയോയ്ക്കും ഡിഫ്തീരിയയ്ക്കും എതിരെയാണ് കൊടുക്കുന്നത്. സെക്കൻഡ് ഡോസ് ആണ്. ഏജ് 10 വീക്സ് ആകുമ്പോഴാണ് കൊടുക്കുന്നത്. അടുത്തത് ഏജ് 14 വീക്സ്, 14 വീക്സിൽ തേർഡ് ഡോസ് കൊടുക്കുന്നു. DPT പോളിയോ ആസ് നോട്ടഡ് അബവ്, അതായത് പോളിയോയ്ക്കും ഡിഫ്തീരിയയ്ക്കും എതിരെ തന്നെ. ഏജ് 9 മന്ത്സ്, 9 മന്ത്സ് ആവുമ്പോൾ മീസിൽസിനെ മീസിൽസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് മീസിൽസ് 9 മന്ത്സിൽ കൊടുക്കുന്നു. പിന്നെ ഏജ് 15 to 80 മന്ത്സ്, 15 തൊട്ട് 80 മന്ത്സ് വരെയുള്ള സമയത്ത് MMR കൊടുക്കണം. അത് മീസിൽസും മംസും റുബെല്ലയ്ക്ക് എതിരെയാണ് കൊടുക്കുന്നത്. അത് തടയാൻ വേണ്ടിയിട്ടാണ് MMR കൊടുക്കുന്നത്. പിന്നെ ഏജ് 18 മന്ത്സിൽ DPT പോളിയോ ഡ്രോപ്സ് ബൂസ്റ്റർ ഡോസ് ആയിട്ടാണ് കൊടുക്കുന്നത് 18 മന്ത്സിൽ. ആഫ്റ്റർ 24 മന്ത്സിന് ശേഷം ടൈഫോയിഡ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, വരാതിരിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കേണ്ടതാണ് 24 മന്ത്സിന് ശേഷമുള്ള ഡോസ് ടൈഫോയിഡിനെതിരെ. അല്ല മാം, താഴെയുള്ള പാരഗ്രാഫ് വായിക്കണോ? വായിച്ചോളൂ. അതിന്റെ എക്സ്പ്ലനേഷൻ ഒന്ന് പറഞ്ഞ് വായിച്ചിട്ട് നോക്കട്ടെ മാം. The teacher should be aware of the common childhood diseases and be careful to notice if any child catches a ailment which may be acquired by others. The teacher's knowledge of healthcare and immunization can help society from dangerous epidemics. ഒരു ടീച്ചർക്ക് കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസസിനെ കുറിച്ചൊക്കെ അവെയർ ആയിരിക്കണം. എന്താണ് ഇങ്ങനെയാണെന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ എങ്കിലാണ് നമുക്ക് സൊസൈറ്റിയിൽ നടക്കുന്ന ഈ ഡേഞ്ചറസ് ആയിട്ടുള്ള എപ്പിഡമിക്സിനെതിരെ ഇമ്മ്യൂണൈസേഷനും ഹെൽത്ത് കെയർ ഒക്കെ കൊടുക്കാൻ പറ്റുള്ളൂ മറ്റുള്ളവർക്ക്. നമുക്ക് അതിനുള്ള നോളേജ് ആദ്യം ഉണ്ടാവണം. എന്നാലല്ലേ നമുക്ക് മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അതല്ലേ മാം? യെസ്, അത് തന്നെയാ പറയുന്നത് കേട്ടോ. അപ്പൊ നോക്കിയാൽ നിങ്ങള് ഇവിടെ ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട് അല്ലെ, റെഗുലർ ഇമ്മ്യൂണൈസേഷൻ ചാർട്ടാണ്. താങ്ക് യു കേട്ടോ രമ്യ. റെഗുലർ ഇമ്മ്യൂണൈസേഷൻ ചാർട്ടാണത് കേട്ടോ. അപ്പൊ ഈ ഒരു ടേബിളിന്റെ ഹെഡിങ് തന്നെ വെൻ വാട്ട് വൈ എന്നാണ് അല്ലെ. എപ്പോൾ, എന്തിന്, എന്തുകൊണ്ട് അല്ലെ. എന്താണ് എപ്പോൾ, എന്താണ് എന്തുകൊണ്ട്, അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. വിച്ച് യൂണിറ്റ്? ഇത് ഹെൽത്ത് കെയർ ആണ് കേട്ടോ. യൂണിറ്റ് 7
സ്മിത ജെറോം, യൂണിറ്റ് 7 ഹെൽത്ത് കെയർ കേട്ടോ. അപ്പൊ ഫസ്റ്റ് തന്നെ എന്താ കൊടുക്കുന്നേ? ബിഫോർ ബർത്ത് ടു ഗിവ് ടു ദ മദർ. ആദ്യം തന്നെ മദറിനാ കൊടുക്കുന്നത്, അമ്മയ്ക്ക് കൊടുക്കുന്നു അല്ലെ. എന്താ കൊടുക്കുന്നേ? ടെറ്റനസിന്റെ വാക്സിൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഞാനത് ടെറ്റനസിന്റെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതായത് ഗർഭാവസ്ഥയിലെ ആദ്യ 2 മാസങ്ങളിലാണ് അമ്മയ്ക്ക് ടെറ്റനസിന്റെ വാക്സിൻ കൊടുക്കുന്നത്. പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് ടെറ്റനസ്, അതായത് നവജാത ശിശുവിന് ഈ ടെറ്റനസ് എന്ന് പറയുന്ന രോഗം പിടിപെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കാലേക്കുട്ടി എന്ത് ചെയ്യുന്നത്? അമ്മയ്ക്ക് ഈ വാക്സിൻ പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് ആസ് സൂൺ ആസ് പോസിബിൾ ആഫ്റ്റർ ബർത്ത് BCG, പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് ട്യൂബർക്യുലോസിസ്, TB. അതായത് ജനിച്ച ഉടനെ എത്രയും പെട്ടെന്ന്, അതാണ് ആസ് സൂൺ ആസ് പോസിബിളിന്റെ അർത്ഥം. എത്രയും പെട്ടെന്ന് ജനിച്ച ഉടനെ കുട്ടിക്ക് എത്രയും പെട്ടെന്ന് എന്ത് കൊടുക്കണം? നമ്മള് BCG വാക്സിൻ കൊടുക്കണം. നമ്മുടെ ഇടത്തെ ഹാൻഡ്, ഇടത്തെ കൈയുടെ ലെഫ്റ്റ് സൈഡായിട്ട് നമുക്കൊരു വട്ടത്തിൽ റൗണ്ടിൽ ഒരു പാട് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ എല്ലാവർക്കും നമുക്ക് എടുത്തിട്ടുണ്ടത്, അത് BCG വാക്സിന്റെ അടയാളമാണ് കേട്ടോ. ആ കാണുന്നത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി, നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന്. അത് പോവില്ല, നമ്മുടെ ബോഡിയിൽ എപ്പോഴും അത് ഉണ്ടാകും കേട്ടോ. അപ്പൊ അത് BCG വാക്സിൻ ആണ്. ജനിച്ച ഉടനെ എത്രയും പെട്ടെന്ന് കുഞ്ഞിന് എടുക്കുന്നതാണ് എന്ത്? BCG വാക്സിൻ. എന്തിനു വേണ്ടിയിട്ടാണ്? അത് TBക്ക് എതിരായിട്ടാണ്, അതിനെതിരായിട്ട് നമ്മൾ എടുക്കുന്ന വാക്സിൻ ആണ്. ഓക്കെ, BCG. നെക്സ്റ്റ് ഈസ് ഏജ് 6 വീക്സ്. കുട്ടിക്ക് 6 ആഴ്ച പ്രായമുള്ളപ്പോൾ നമ്മള് DPT പോളിയോ ഡ്രോപ്സ് എടുക്കും അല്ലെ. അതായത് ഡിഫ്തീരിയക്കെതിരായിട്ടും പെർട്ടൂസിനെതിരായിട്ടും ടെറ്റനസിനെതിരായിട്ടൊക്കെ എന്താണ് നമ്മള് ഈ പോളിയോ ഡ്രോപ്സ് കൊടുക്കാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് പോളിയോ, ഡിഫ്തീരിയ, പെർട്ടൂസിസ് ആൻഡ് ടെറ്റനസ്. ഇത്രയും രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മള് 6 വീക്ക് ആവുമ്പോൾ ആ DPT കുഞ്ഞിന് കൊടുക്കുന്നത്. നെക്സ്റ്റ് ഏജ് 6 വീക്സ് 3 ഡോസസ് 6 മന്ത്സ്, 6 മന്ത്സ്, അതായത് 6 ആഴ്ച കഴിഞ്ഞിട്ട് 6 മാസത്തിനുള്ളിൽ എന്തായാലും എന്ത് ചെയ്തിരിക്കണം? ഹെപ്പറ്റൈറ്റിസ് B എന്ന് പറയുന്ന കുത്തിവെപ്പ് നമ്മൾ എടുത്തിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാ? ജോണ്ടിസ് തടയാൻ വേണ്ടിയിട്ടാ, മഞ്ഞപ്പിത്തം അല്ലെ. ഇപ്പൊ ഈയിടെ നമ്മൾ കണ്ടു അല്ലെ, മഞ്ഞപ്പിത്തം സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ ന്യൂസ് ചാനലിലൊക്കെ കാണുന്നതാണ്, മഞ്ഞപ്പിത്തം കുഞ്ഞുങ്ങളിൽ സ്പ്രെഡ് ആവുന്നുണ്ട്. അപ്പോ ഇതിനെ തടയാൻ, ഈ മഞ്ഞപ്പിത്തം എന്ന രോഗത്തിനെ തടയാൻ വേണ്ടിയിട്ട് കുഞ്ഞിന് എന്ത് ചെയ്യും? 6 വീക്ക് കഴിഞ്ഞിട്ട് ഒരു 6 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യും? ഇതിന്റെ ഒരു ഡോസ് കൊടുക്കും, ഹെപ്പറ്റൈറ്റിസ് B ഡോസ് കൊടുക്കും കേട്ടോ. ജോണ്ടിസ് തടയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഏജ് 10 വീക്സ് സെക്കൻഡ് ഡോസ്. അതായത് ഇനി 10 വീക്സ് ആകുമ്പോൾ സെക്കൻഡ് ഡോസ് കൊടുക്കും, DPT പോളിയോ. ഓക്കെ, അതും ഇതുപോലെ തന്നെ ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ്, അത് 3 എണ്ണത്തിനും എതിരായിട്ട്. പിന്നെ പോളിയോ. ഓക്കെ, പ്രൊട്ടക്ട്സ് അഗെയിൻസ്റ്റ് പോളിയോ, ഡിഫ്തീരിയ. ഇനി നെക്സ്റ്റ് ഏജ് 14 വീക്സ് തേർഡ് ഡോസ് DPT പോളിയോ. ഇത് തന്നെ എന്താണ് കണ്ടിന്യൂ ചെയ്യുന്നത്. ആസ് നോട്ടഡ് അബവ്, മുകളിൽ കൊടുത്തിരിക്കുന്നത്, അതായത് പോളിയോ, ഡിഫ്തീരിയ, ടെറ്റനസ്, ഇത്രയും കാര്യങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? അതുപോലെ ഡിഫ്തീരിയ കാര്യങ്ങൾക്ക് എന്താ കൊടുക്കുന്നത്? ഇത്രയും ഡോസുകളാണ് കുഞ്ഞിന് എന്ത് ചെയ്യുന്നത്? നമ്മള് കൊടുക്കുന്നത്. ഇനി ഏജ് 9 മന്ത്സ്, ഏജ് 9 മന്ത്സ് മീസിൽസ്. അതായത് നമ്മൾ പറഞ്ഞു മീസിൽസ് എന്താണ്? മീസിൽസ് 5ാം പനി. 5ാം പനിക്കെതിരായിട്ട് നമ്മള് 9ാം മാസത്തിൽ എന്ത് കൊടുക്കുന്നു? കുഞ്ഞിന് മീസിൽസിനെതിരായിട്ടുള്ള വാക്സിൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് 15 to 18 മന്ത്സ്, 15-18 മാസം ആവുമ്പോഴത്തേനും കുഞ്ഞിന് MMR കൊടുക്കും. മീസിൽസ്, മംസ്, റുബല്ല ഈ രോഗങ്ങൾക്ക് എതിരായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? വാക്സിൻ കൊടുക്കുന്നുണ്ട്, MMR വാക്സിൻ കേട്ടോ. നെക്സ്റ്റ് ഈസ് 18 മന്ത്സ്, അതായത് കുട്ടിക്ക് 18 മാസം പ്രായമുള്ളപ്പോൾ DPT പോളിയോ ഡ്രോപ്സ് ആയിട്ട് കൊടുക്കും. ബൂസ്റ്റർ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് ആഫ്റ്റർ 24 മന്ത്സ്, മീൻസ് കൊച്ചിന് എന്താണ്? കുഞ്ഞിന് 2 വയസ്സ് കഴിഞ്ഞതിന് ശേഷം ടൈഫോയിഡിന് ഒരു വാക്സിൻ കൊടുക്കുന്നുണ്ട്. അത് ടൈഫോയിഡിന് എന്ത് ചെയ്യാനാണ്? തടയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതാണ് എന്ത് ബേസിക് ആയിട്ട് ഈ ഒരു ചാർട്ടില് 2 വയസ്സ് വരെയുള്ള കാര്യം മാത്രമാണ് എന്ത് ചെയ്യുന്നത്? മെൻഷൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് എന്തില്ല, ബാക്കിയൊന്നും കൊടുത്തിട്ടില്ല. അപ്പൊ നമുക്കിത് നോക്കിയാൽ താഴെ കാണുന്നത് നോക്കാം. The teacher should be aware of the common childhood diseases and be careful to notice if any child catches ailment which may be acquired by others. The teacher's knowledge of healthcare and immunization can help society
ഫ്രം ഡേഞ്ചറസ് എപ്പിഡമിക്സ്. ഓക്കെ, അതായത് ഒരു ടീച്ചർ ആസ് എ ടീച്ചർ എന്ന രീതിയിൽ എന്തറിഞ്ഞിരിക്കണം? നമ്മള് കുഞ്ഞുങ്ങൾക്ക് വരാവുന്ന രോഗങ്ങളെ മുൻകൂട്ടി എന്ത് ചെയ്തിരിക്കണം? അറിഞ്ഞിരിക്കണം അല്ലെ? അതിപ്പോ നിങ്ങളുടെ വീട്ടിലാണെങ്കിലും നിങ്ങൾ പഠിപ്പിക്കുന്ന സ്കൂളിലാണെങ്കിലും എന്താണ്, കുഞ്ഞുങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അവർക്ക് എന്താണ്, അതായത് ആ ഒരു പ്രായത്തിൽ, കുഞ്ഞു പ്രായത്തിൽ എന്ന് പറഞ്ഞാൽ ധാരാളം രോഗങ്ങൾ സ്പ്രെഡ് ചെയ്യുന്ന ഒരു പീരീഡാണ്. ഇപ്പൊ ഈ ഒരു ടൈം കുഞ്ഞുങ്ങൾക്ക് എന്താണ്, പനിയാണ് അല്ലെ? കാരണം നമുക്കറിയാം ജൂൺ ജൂലൈ മാസങ്ങളിൽ മഴയോടനുബന്ധിച്ച് എന്തുണ്ടാവും? കേരളത്തില് എപ്പോഴും കാണപ്പെടുന്നതാണ് പലതരം പനികള്. ഓക്കെ, ഇപ്പൊ ഈ അടുത്തൊരു രോഗം നമ്മുടെ സ്ഥിരീകരിച്ചല്ലോ. എന്തായിരുന്നു ആ ഡിസീസിന്റെ പേര്? എന്താണ്? മറ്റേ ഈ ബ്രെയിൻ ഈറ്റിംഗ് ബാക്ടീരിയ ആണോ? മറ്റേ ഈ അമീബ, ഈ ദക്ഷിണ മരിച്ചുപോയ സംഭവം. അതെ തന്നെ. അതാണ് അല്ലേ? അതെ, അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന് അതിനെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ഒരു അവയർനെസ്സും നമ്മളുടെ മിനിസ്റ്റർ കൊടുക്കുന്നില്ല. അത് വലിയൊരു ഡ്രോബാക്ക് ആണ്. അതെങ്ങനെയാണ് പ്രിക്കോഷൻസ് എടുക്കേണ്ടതെന്ന് പോലും സാധാരണ വലിയ ക്വാളിഫൈഡ് അല്ലാത്ത ആൾക്കാർക്ക് അറിയില്ല. അതിനെക്കുറിച്ചൊരു അവയർനെസ് കൊടുത്താൽ നന്നായിരിക്കും. അത് ശരിയാണ് കേട്ടോ. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് കാര്യങ്ങൾ ഞാനും ഇപ്പൊ ഈ 2 ദിവസമായിട്ട് വാർത്ത വെക്കുമ്പോൾ കേൾക്കുന്നേ ഉള്ളൂ. കൂടുതലായിട്ട് അന്വേഷിക്കാൻ നിന്നിട്ടില്ല. യൂട്യൂബും കാളില് കുറവാണ് ഇപ്പൊ. അതുകൊണ്ട് എങ്ങനെയാണ്, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ ഒന്ന് പറഞ്ഞു തരാം കേട്ടോ നിങ്ങൾക്ക്. മതിയോ? എന്തെങ്കിലും ഒരു രോഗം, ഇങ്ങനെ എന്തെങ്കിലും ഒരു ഡിസീസ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഞാൻ സെർച്ച് ചെയ്തിട്ട് അതിന്റെ സിംറ്റംസും പ്രിവെൻഷൻ മെത്തേഡൊക്കെ നോക്കുന്നതാണ്. ഇത് ശ്രദ്ധയപ്പെട്ടില്ല, എന്റെ കുട്ടിക്ക് പനിയാണ്. അതുകൊണ്ട് 2-3 ദിവസമായി പനി, ഭയങ്കര പനിയാ. ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോകുന്നു, തിരിച്ചു വരുന്നു, ഇഞ്ചക്ഷൻ എടുക്കുന്നു. ഈ ഒരു പ്രോസസ്സിങ് തന്നെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കണേ. അതുകൊണ്ട് ഒട്ടും സമയം. വൈറൽ ഫീവർ വല്ലതും ആണോ കുഞ്ഞിന്? വൈറൽ ഫീവർ ആണ്. 2-3 ദിവസമായി എടുക്കണം കേട്ടോ. ശരീരം വേദന, ബോഡി പെയിൻ വല്ലതും ഉണ്ടോ കുഞ്ഞിന്? ബോഡി പെയിൻ, തലവേദന ഉണ്ടായിരുന്നു. പക്ഷെ ഭക്ഷണം കഴിക്കുന്നില്ല. ആള് നല്ല ഭക്ഷണം കഴിക്കുന്ന ടൈപ്പ് ഉള്ളതാണ്. പക്ഷെ ഇപ്പൊ ഈ 2 ദിവസമായിട്ട് കുഞ്ഞ് ഭക്ഷണമേ കഴിക്കുന്നില്ല. ഒന്നും വേണ്ടെന്നാ പറയുന്നത്. ആന്റിബയോട്ടിക്സ് വല്ലതും ഉണ്ടോ? ആന്റിബയോട്ടിക്സ് ഒക്കെ ഉണ്ട്. ആന്റിബയോട്ടിക്സ് കൊടുക്കുന്നുണ്ട്. പനി ഇപ്പൊ കുറഞ്ഞു. ഇന്നിപ്പോ പനി കുറഞ്ഞു. പക്ഷെ വയറുവേദന എന്ന് പറഞ്ഞു. ഭക്ഷണം കൊടുക്കണേ മാം. കുഞ്ഞ് കഴിക്കണില്ലെന്ന് പറഞ്ഞ മാം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ആന്റിബയോട്ടിക്സ് കഴിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് സമയം കിട്ടുന്നില്ല. ഞാനൊന്ന് നോക്കിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് പറയാം നെക്സ്റ്റ് വീക്ക് കേട്ടോ. അമീബിക് മസ്തിഷ്ക ജ്വരം നിങ്ങളും ഒന്ന് സെർച്ച് ചെയ്തിട്ട് വരിക. ഓക്കെ മാം. എന്ന് വെച്ചാൽ ഈ റെക്കോർഡ് ക്ലാസ് നമ്മൾ കാണുന്നുണ്ടല്ലോ, നമുക്ക് ചിലപ്പോൾ ഡെയിലി കേറാൻ പറ്റണില്ല. അപ്പൊ മെമ്മറി തീർന്നു പോവുകയാണ്. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ നോക്കി എടുത്തേനെ എന്തെങ്കിലും ഒക്കെ ഇട്ട്. നോക്കാം മാം, ട്രൈ ചെയ്യാം കേട്ടോ. കാരണം എന്താ, പുതിയ രോഗങ്ങളാണ്. കാരണം കുട്ടികൾക്ക് പിടിപെടുന്നതാണ് ഇതൊക്കെ അല്ലേ. 11-12 വയസ്സുള്ള കുളിക്കുമ്പോ അങ്ങനെയല്ലേ പറയുന്നത്? അങ്ങനെയാണ് പറയുന്നത്. ഒരു കുട്ടി അങ്ങനെയാണ് മരിച്ചത്. അത് ബാധിച്ച് അങ്ങനെയാണ് മരിച്ചത്. കറക്റ്റ് ആയിട്ട് അറിയില്ല എന്താണ് സംഭവം എന്ന്. അത് മൂക്കിലൂടെ കയറുമ്പോ അങ്ങനെ എന്തോ ഒന്ന് പറയും. മസ്തിഷ്കത്തിൽ നേരിട്ട് കയറണമെന്നാണ് പറയുന്നത്. ബ്രെയിനിലേക്ക് കയറിയിട്ടാണ് ഇൻഫെക്ഷൻസ് ആവുന്നത്. അങ്ങനെയാണ് ഇപ്പൊ സാധാരണ നമ്മൾ പനി വരുമ്പോൾ അങ്ങനെ സാധാരണ പനി ഉണ്ടാവുന്നതാണല്ലോ സീസണിലൊക്കെ. പക്ഷെ എനിക്ക് തോന്നുന്നു ആ ഒരു പനിയാണെന്ന് വിചാരിച്ചിട്ട് അവർ ചിലപ്പോൾ അധികം ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അതിനുശേഷം കുട്ടി എന്താ പറയാ, ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ വന്നപ്പോഴാണ് ഇങ്ങനെ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തതും ഇങ്ങനെ ഒരു ഇതാണ്, ഒരു രോഗാണുവാണ് ഉള്ളിൽ കയറിയതെന്ന് തിരിച്ചറിഞ്ഞത്. ഈ അമീബ ബ്രെയിൻ ഇങ്ങനെ ഭക്ഷിക്കണം എന്നാ പറയാ. അതെ പേരുണ്ടല്ലോ. ബ്രെയിൻ ഈറ്റർ ആണ്. ബ്രെയിൻ ഈറ്റർ ആണ്, അങ്ങനെയാണ് പറയാ. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് കൂടുതൽ ഈ അമീബ. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് അല്ലെ? ഓക്കെ. അപ്പൊ നിങ്ങളുടേതായിട്ടുള്ള അറിവുകളും കാര്യങ്ങളും എന്ത് ചെയ്യുക, ശേഖരിച്ചിട്ട് വരിക കേട്ടോ. ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ. ഇപ്പൊ നമ്മള് ഒരു ടീച്ചർ എന്ന രീതിയിൽ നമ്മൾ സ്കൂളിൽ വർക്ക് ചെയ്യുമ്പോൾ എന്താണ്, പല ടൈപ്പ് കുഞ്ഞുങ്ങൾ ഉണ്ടാവുമല്ലോ. അവർക്ക് പല രോഗങ്ങൾ പിടിപെട്ടിട്ടുണ്ടാവും ചിലപ്പോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇത് തിരിച്ചറിഞ്ഞിരിക്കണം, ഐഡന്റിഫൈ ചെയ്തിരിക്കണം. ഏതെങ്കിലും ഒരു കുഞ്ഞിന് എന്തെങ്കിലും ഒരു രോഗം പിടിപെട്ട് കഴിഞ്ഞാൽ അത് തിരിച്ചറിയാനുള്ള ഒരു സാമാന്യമായിട്ടുള്ള ഒരു ബോധം നമുക്ക് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് ഒരു ടീച്ചർ എന്ന രീതിയിൽ.
ഇപ്പോ ഗുരുതരമല്ലാത്ത രോഗങ്ങളും വരും അല്ലെ. ഇപ്പൊ സീസണൽ ആയിട്ടുള്ള പനി, ഇപ്പൊ വൈറൽ ഫീവർ പോലുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാല് നമ്മൾക്കത് അറിഞ്ഞിരിക്കണം, ഇത് വൈറൽ ഫീവർ ആണ്. അപ്പോ അങ്ങനെ അറിഞ്ഞു കഴിയുമ്പോൾ അത് മറ്റുള്ള കുട്ടികൾക്കും എന്താണ് പകരാതിരിക്കാനുള്ള പ്രിവെൻഷൻ മെത്തേഡ് എന്ത് ചെയ്യണം, നമ്മള് സ്വീകരിച്ചിരിക്കണം. ഓക്കെ. അപ്പൊ സൊസൈറ്റിയുമായിട്ട് ഒരു ടീച്ചർ എന്ന രീതിയിൽ സൊസൈറ്റിയുമായിട്ട് അല്ലെങ്കിൽ എന്താണ് ആ ഒരു ഇമ്മ്യൂണൈസേഷനുമായിട്ടൊക്കെ നേരിട്ട് ഒരു അവയർനെസ് ഉണ്ടാകണം എന്നുള്ളത് ടീച്ചർ എന്ന രീതിയിൽ എന്ത് ചെയ്യാണ്, അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ്. സൊസൈറ്റിയെ ഗുരുതരമായിട്ടുള്ള രീതിയിൽ രോഗങ്ങൾ ബാധിക്കാതിരിക്കാനായിട്ട് ടീച്ചർ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. പക്ഷെ ടീച്ചേഴ്സ് ഏറ്റെടുക്കുന്നുണ്ടോ നിങ്ങൾക്കറിയാമോ? ഉണ്ടോ? ഏതെങ്കിലും ടീച്ചർമാർ ഇപ്പൊ ഏതെങ്കിലും ഒരു കുഞ്ഞിന് വൈറൽ ഫീവർ ആയി എവിടെന്നാ കുട്ടിക്ക് കിട്ടുന്നത്? നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എവിടെന്നാ കുട്ടിക്ക് പനി വരുന്നേ? സ്കൂളിൽ നിന്ന് തന്നെയാണ് അധികം കൊണ്ടുവരിക. സ്കൂളിൽ നിന്ന് തന്നെയാണ് അല്ലെ. നിങ്ങൾ എന്തെങ്കിലും ഒരു എന്താ പറയാ ഒരു മെത്തേഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ടീച്ചറിനോട് ഇത് പറഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും ഇതിനെ തടയാനായിട്ടുള്ള ഒരു ഇത് കരുതല്? സ്കൂളിൽ നിന്ന് നമ്മളെ അറിയിക്കും, വയ്യായി ഉണ്ടെങ്കിൽ കുട്ടികളെ വിടണ്ട, അത് മാത്രമേ അവര് പറയുള്ളൂ. വയ്യാഴി കിട്ടിയ കുട്ടികൾ ഇപ്പൊ ഞാൻ പറയട്ടെ, ചെറിയ ചെറിയ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും, ചെറിയ കുഞ്ഞുങ്ങളല്ല ചില അമ്മമാരെന്ത് ചെയ്യും, കുഞ്ഞുങ്ങളെ പറഞ്ഞു വിടും. ചെറിയ ജലദോഷമൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, കുഞ്ഞുങ്ങളെ പറഞ്ഞു വിടുന്നുണ്ട്. പക്ഷെ അങ്ങനെ പാടില്ല. കാരണം എന്താ, മറ്റുള്ള കുഞ്ഞുങ്ങൾക്ക് എന്ത് ചെയ്യും, ഇത് പകരും അല്ലെ. അപ്പൊ അവരുടെയും എന്താണ്, അവരുടെയും ക്ലാസ് പോകും, അവർക്കും ബുദ്ധിമുട്ട് വരും, ശരീരം മൊത്തം അവരുടെ ആരോഗ്യത്തെ ബാധിക്കും. അപ്പൊ ഇതൊന്നും എന്താണ്, ചില അമ്മമാർക്ക് ചില ജോലിക്ക് പോകുന്ന അമ്മമാരുണ്ട്, അവര് അവരുടെ ചില ധൃതിയും കാരണങ്ങളും കാരണം എന്താണ് എത്രയും പെട്ടെന്ന് കുഞ്ഞുങ്ങളെ വിടാനേ. കാരണം എന്താ, നോക്കാൻ ചിലപ്പോൾ ആളുകൾക്ക് ഉണ്ടാവില്ല, വീട്ടിലൊറ്റയ്ക്കൊക്കെ ഇരുത്തുമ്പോൾ. അപ്പൊ എന്ത് ചെയ്യും, മാക്സിമം ഇവർ എന്ത് ചെയ്യും, കുട്ടിയെ പറഞ്ഞു വിടും. തീരെ വയ്യാഴിക വരുമ്പോഴാണ് ചില കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്നത്, കൊണ്ടുപോകുന്നത് ഹോസ്പിറ്റലിലേക്ക്. പക്ഷെ ഇത് ബാധിക്കുന്നത് ഇമ്മ്യൂണിറ്റി കുറഞ്ഞ കുട്ടികളിലാണ്. സ്കൂളുകളില് ഇങ്ങനെയുള്ള, അതായത് ഇങ്ങനെയുള്ള ചെറിയ ചുമയോ അല്ലെങ്കിൽ ജലദോഷമോ, അല്ലെങ്കിൽ ജലദോഷമാണ് കേട്ടോ, അതാണ് വില്ലൻ. ജലദോഷമാണ് പെട്ടെന്ന് എന്താവുന്നത്, സ്പ്രെഡ് ആകുന്നത്. അത് ഭയങ്കര, കാരണം എന്താ, എന്തുകൊണ്ടായിരിക്കും ജലദോഷം വില്ലനാവുന്നു പറയണേ? ഇപ്പോഴും ഡ്രോപ്സ് ഡ്രോപ്സ് എന്ത് ചെയ്യും, അവിടെ ഇവിടെ അല്ലെ, ഇവിടെ ഇവിടെയൊക്കെ തെറിച്ചിട്ട് മേത്ത് തെറിക്കും പിള്ളേരുടെ. അപ്പൊ അതിങ്ങനെ അപ്പൊ ജലദോഷം വൈറസ് കയറും. അതെ, ജലദോഷം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യരുത്, നമ്മള് കുട്ടിയെ ഒരു കാരണവശാലും, ഇനി നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിർത്തുക കേട്ടോ, വിടരുത്. ചെറിയ ജലദോഷമോ പനിയോ എന്തോ ആയിക്കോട്ടെ, കുഞ്ഞിനെ സ്കൂളിൽ വിടാതിരിക്കുക. നമ്മൾ മറ്റു കുഞ്ഞുങ്ങളോടും ചെയ്യുന്ന ഒരു തെറ്റാണത്. കാരണം അവർക്ക് എന്ത് ചെയ്യും, ഇത് സ്പ്രെഡ് ആവും. അവരിൽ സ്പ്രെഡ് ആവുന്നതെന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മുടെ കുഞ്ഞിന്റെ അസുഖം ചിലപ്പോൾ 2 ദിവസം കൊണ്ട് മാറും. സ്കൂളിൽ പോയിട്ട് വരുന്നുണ്ടാവും, അതിനിടയ്ക്ക് നമ്മൾ മരുന്നും കൊടുക്കുന്നുണ്ടാവും ചിലപ്പോൾ അല്ലെ. അതായത് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവുന്ന മരുന്നുകൾ ചിലപ്പോൾ കുഞ്ഞിന് കൊടുക്കുന്നുണ്ടാവും. ഇപ്പൊ ചെറിയ ജലദോഷം അല്ലെങ്കിൽ പനിയൊക്കെ ആണെങ്കിൽ നമുക്ക് ആന്റിബയോട്ടിക്സ് ഒന്നും ആവശ്യമില്ല, അതിനുള്ള മരുന്നുകൾ ചിലപ്പോൾ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ടാവും, അത് നമ്മൾ കൊടുത്താൽ മതി. അപ്പൊ ആ കുട്ടിക്ക് എന്താണ്, നമ്മുടെ കുട്ടിക്ക് ആ 2 ദിവസം കൊണ്ട് രോഗം മാറും. പക്ഷേ കുട്ടിയുടെ കൂടെ ഇരിക്കുന്ന മറ്റു ചില കുട്ടികളുണ്ട്, ഈ കുട്ടികളിൽ ചിലവർക്ക് ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും, പ്രതിരോധ ശേഷി എന്ന് പറയുന്നത് കുറവായിരിക്കും. അങ്ങനെയുള്ള കുട്ടികളിൽ പെട്ടെന്ന് രോഗം പിടിവിടുകയും ചിലപ്പോൾ ഒരാഴ്ച എന്ത് ചെയ്യാൻ പറ്റില്ല, ആ കുട്ടിക്ക് സ്കൂളിൽ വരാനായിട്ട് പറ്റില്ല. അപ്പൊ നമ്മുടെ കുഞ്ഞു കാരണം എന്താണ്, മറ്റുള്ള കുഞ്ഞിന് രോഗം പിടിവിട്ടു, അവന്റെ ക്ലാസ്സും നഷ്ടമായി. അതൊരിക്കലും വരാനായിട്ട് പാടില്ല. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോ ഇപ്പൊ കുഞ്ഞെന്തായാലും പറയും നമ്മളോട്, നമ്മുടെ കുഞ്ഞുങ്ങളാണെങ്കിൽ വന്ന് പറയും, അമ്മ എന്റെ അടുത്തിരിക്കുന്ന കുഞ്ഞിന് അവന് ജലദോഷം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവൾക്ക് പനി ഉണ്ടായിരുന്നു എന്ന് പറയും. ഞാൻ അവന്റെ അടുത്താണ് ഇരുന്നത് അല്ലെങ്കിൽ അവളുടെ അടുത്താണ് ഇരുന്നത്, ടീച്ചർ പിണങ്ങോന്ന് പേടിച്ച് എന്ത് ചെയ്തില്ല, ഞാൻ മാറിയില്ല, ബെഞ്ചിൽ നിന്ന് മാറിയില്ല, അവന്റെ അടുത്ത് തന്നെ ഇരുന്നു. ഇപ്പൊ മാസ്ക് ഒന്നും നിർബന്ധമാക്കുന്നില്ലല്ലോ, എല്ലാവരും മാസ്ക് ഒക്കെ അവോയ്ഡ് ചെയ്തിട്ടാണ് ഇപ്പൊ പോകുന്നത്. അപ്പൊ അങ്ങനെ ചിലപ്പോ കുഞ്ഞു പറയും. അപ്പൊ അപ്പോഴായിരിക്കും നമുക്കറിയുന്ന അവരുടെ നിന്ന് കിട്ടിയതാണ് അല്ലെങ്കിൽ അവളുടെ നിന്ന് കിട്ടിയതാണ് അല്ലെ. അപ്പൊ എന്ത് ചെയ്യാ, ഇത് തന്നെ റിപ്പീറ്റ് ആവുന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഒരു മാസത്തില് 2 തവണയൊക്കെ കുഞ്ഞിന് ഇങ്ങനെ തന്നെ പകരുന്ന ഒരു ഇതുണ്ടെങ്കിൽ എന്ത് ചെയ്യാ, ടീച്ചറോട് പറയാം. ടീച്ചറോട് നിങ്ങൾ വിളിച്ചോ, അല്ലെങ്കിൽ വിളിച്ച് തന്നെ പറയാൻ നോക്കാം. മെസ്സേജ് ഒരിക്കലും അയക്കാൻ നിൽക്കരുത്. മെസ്സേജ് അയച്ചാൽ ചിലപ്പോൾ അവർ ശ്രദ്ധിക്കണം എന്നില്ല. വിളിച്ചു തന്നെ പറയുക, അത് ഇങ്ങനെയുള്ള കാര്യമാണ് ടീച്ചർ. നിങ്ങളുടേത് അതായത് വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടല്ലോ ഇപ്പൊ സ്കൂളുകളിലൊക്കെ, അതായത് എല്ലാ ടീച്ചറും ധാരാളം കുട്ടികളൊക്കെ അടങ്ങുന്ന ഗ്രൂപ്പാണല്ലോ.
ഇപ്പൊ ടീച്ചർ നമ്മുടെ കാര്യം പറയാം ഇങ്ങനെ, അതായത് എന്തെങ്കിലും ഒരു കാരണവശാല് ചെറിയൊരു പനിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ജലദോഷമോ ഒക്കെ ഉണ്ടെങ്കിൽ മാക്സിമം കുട്ടികളെ വിടാതിരിക്കാനായിട്ട് ടീച്ചറോട് ഗ്രൂപ്പിലൊന്ന് റിക്വസ്റ്റ് ചെയ്യാനായിട്ട് പറയാം. ഓക്കെ. ഇനി അഥവാ അങ്ങനെയുള്ള, അതായത് ഇമ്മ്യൂണിറ്റി കുറഞ്ഞ കുട്ടികളൊക്കെ ആണെങ്കിൽ ടീച്ചറോട് പ്രത്യേകം പറയാം. ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖമൊക്കെ ഉണ്ടെങ്കിൽ കൊച്ചൊന്ന് ടീച്ചറോടൊന്ന് പറയുമ്പോൾ ബെഞ്ച് മാറ്റി ഇരുത്താനായിട്ടൊന്ന് കുഞ്ഞിനൊന്ന് അനുവദിക്കുക എന്ന് പറയുക. ഓക്കെ. ടീച്ചർമാര് പറയുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എന്താണ്, പ്രാക്ടിക്കൽ അല്ല അധികം നടത്താനായിട്ട്. കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള തിരക്കുകളും കാര്യങ്ങളും ഉണ്ട്. നമ്മുടേതായിട്ട് ഇൻഡിവിജ്വൽ ആയിട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം ഇത് പോസിബിൾ ആണെന്ന് അറിയില്ല. എന്നാലും എന്ത് ചെയ്യാം, ഇപ്പൊ നമ്മള് പഠിപ്പിക്കുന്ന സ്കൂളുകളിലാണെങ്കിലും നിങ്ങൾ ടീച്ചറായിട്ട് പോകുമല്ലെങ്കിൽ കുറച്ച് ഒരു കൊല്ലമൊക്കെ കഴിയുമ്പോൾ ടീച്ചറായിട്ട് പോകുമല്ലോ വേറെ സ്കൂളുകളിൽ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, ഇത് പാരന്റ്സിനെ അറിയിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അതായത് നമ്മുടെ മൊത്തത്തിലെ ആ ഒരു എന്താ പറയാ ക്ലാസ് റൂമിന്റെ ആ ഒരു നടത്തിപ്പുണ്ടല്ലോ, അതിനെ തന്നെ ഇത് ബാധിക്കും. കുറച്ച് കുട്ടികൾക്ക് രോഗം കാരണം ക്ലാസ്സിൽ വരാൻ പറ്റില്ല, കുറച്ച് കുട്ടികൾക്ക് യാതൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് രണ്ടു കൂട്ടരെയും എന്ത് ചെയ്യണം, ഒരുപോലെ കൊണ്ടുപോകണം അല്ലെ. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങള് പാരന്റ്സിനോട് നേരത്തെ തന്നെ അവരെ ഇൻഫോം ചെയ്യുക. ക്ലിയർ ആയോ? പറഞ്ഞാൽ മനസ്സിലായോ? കുട്ടികൾ തന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ഇപ്പൊ വേറെ കുട്ടികളുടെ അസുഖം കൊടുന്നിട്ട് നമ്മുടെ വീട്ടിലെ പ്രായമായവർക്ക് വന്നിട്ട് അവര് ഹോസ്പിറ്റലൈസ് ആയിട്ടുള്ള കേസുകൾ ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടായിട്ടുണ്ട്. അത് തന്നെയാണ്. അപ്പൊ ആ ഒരു സൊസൈറ്റി ഇപ്പൊ ഒരു കുട്ടിയിൽ നിന്ന് ആ ഒരു നിങ്ങളുടെ കുട്ടിയിലേക്ക് ബാധിച്ചു, അത് നിങ്ങളുടെ ഫാമിലിയെ മൊത്തം ബാധിച്ചു. വേണമെങ്കിൽ എന്ത് ചെയ്യാം, നെയ്ബർ അല്ലെ, നമ്മുടെ അയൽവാസിയെ എന്ത് ചെയ്യാൻ ബാധിക്കാം, പിന്നെ അവരുടെ ഫാമിലി, പിന്നെ ആ മൊത്തം ടോട്ടൽ ആ സൊസൈറ്റിയെ മൊത്തം ബാധിക്കുന്ന തരത്തിൽ ഈ ഒരു രോഗം സ്പ്രെഡ് ചെയ്യും. ഓക്കെ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാതിരിക്കും. ഇതൊക്കെ നമ്മൾ മുൻപേ ഉള്ള നല്ല രീതിയിലൊരു അവയർനെസ് ഉണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ അങ്ങനെയുള്ള അവയർനെസ്സും കാര്യങ്ങളൊന്നും ശരിക്കും സ്കൂളുകളിൽ നടക്കുന്നുണ്ട് ഇല്ലെന്നല്ല, പഠനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള, അതായത് നമ്മൾക്ക് ഹെൽത്ത് കെയർ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം, അതിനെങ്ങനെ രോഗങ്ങളെ നമുക്ക് ഇങ്ങനെ പ്രിവെന്റ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യുന്നില്ല, നടക്കുന്നില്ല. എന്തെങ്കിലും ഒരു രോഗം വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നമ്മള് അതിനെ തുരത്തി ഓടിക്കാനായിട്ട് മാർഗങ്ങൾ അന്വേഷിക്കുന്നത്. ഇപ്പൊ തന്നെ നോക്കിയേ, അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്ന ഒരു രോഗം വന്നു. ആ രോഗം വന്നപ്പോഴാണ് രണ്ടു കുട്ടികൾ മരിച്ചു. അതിനെ തുടർന്നിട്ടാണ് അപ്പോ ഇതൊന്ന് നേരത്തെ തന്നെ ഡയഗ്നോസ്റ്റിക് ചെയ്ത് അതിനു വേണ്ടിയുള്ള പ്രിവെൻഷൻ മെത്തേഡ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു മരണ സാധ്യത കുറയ്ക്കാനായിട്ട് സാധിക്കും. സ്പ്രെഡ് ആകുന്നതിന് മുമ്പ് ആളുകളിലേക്ക് ഈ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഈ ഒരു അവയർനെസ് എത്തിക്കാനായിട്ട് എന്ത് ചെയ്യും, നമുക്ക് സാധിച്ചെന്ന് വരും. ഓക്കെ. പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ചെയ്യുന്നില്ല എന്ന് തന്നെ പറയാം. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ശരി മാം. എൻ്റെ ചെറിയ മോൾക്ക് 4 വയസ്സാണ്. അപ്പം അവയ്ക്ക് ഇന്ന് സ്കൂളിൽ വിടുമ്പോൾ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. തിരിച്ചു വന്നപ്പോൾ തൊട്ട് ഭയങ്കര ക്ഷീണം, തലയുടെ പിന്നീട് വേദന, നല്ല പനി. അപ്പോൾ ക്ലാസ്സിൽ 2-3 ദിവസമായിട്ട് കുട്ടികൾ പനി മാറുന്നേക്കാൾ മുമ്പ് വരുന്നുണ്ട്. അപ്പം അവരിൽ നിന്ന് കിട്ടിയതാന്ന് തോന്നുന്നുണ്ട്. ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഇമ്മ്യൂണിറ്റി കുറവാണ്. ആള് 8 മന്ത് ആവുമ്പോഴേക്കും ഡെലിവറി ഹാർട്ട് ബീറ്റ്സ് കുറഞ്ഞു വന്നിട്ട് സിസേറിയൻ ചെയ്തെടുക്കുക ചെയ്തതേ. അപ്പൊ പെട്ടെന്ന് വരും, അടുത്തോടെ പോയാൽ മതി എന്ന് പറഞ്ഞ പോലെ. അപ്പൊ അംഗൻവാടിക്കൊന്നും അത് കാരണം കഴിഞ്ഞ കൊല്ലം വിട്ടിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇന്നിപ്പോ നല്ല പനിയാ. അപ്പൊ അതില് മരുന്നുണ്ടായിരുന്നു, അത് കൊടുത്തു. ഇനിയിപ്പോ നാളെ ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോകണം. അപ്പൊ ഞാൻ എന്തായാലും മാറിയിട്ടേ ഇനി വിടുള്ളൂ. നമുക്ക് വന്നാൽ മാറിയിട്ടല്ലേ വിടാൻ പാടുള്ളൂ. അത് അങ്ങനെ മറ്റുള്ളവർ വിചാരിക്കണ്ട. അവര് മാറിനേക്കാൻ പോവാ. അപ്പൊ മോള് പറയണത് 2 ട്വിൻസ് ഉണ്ട് കുട്ടികൾ ക്ലാസ്സിൽ. അപ്പൊ അവർക്ക് ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി. അപ്പൊ അവരുടെ മാറിനേക്കാൾ മുമ്പ് വന്നു എന്നാണ് പറയുന്നത്. അവർക്ക് ജലദോഷം ചുമയും പനി മാറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ 2 ദിവസം ലീവ് എടുത്തപ്പോ 3-ാമത്തെ ദിവസം പറഞ്ഞയച്ചു. അപ്പൊ അങ്ങനെ കിട്ടിയതാന്ന് തോന്നുന്നു. ഒരു 1 വീക്ക് എങ്കിലും എന്ത് ചെയ്യാം, കുട്ടിയെ റെസ്റ്റ് ചെയ്യാനായിട്ട് അനുവദിക്കാം. അതിനുശേഷം നെക്സ്റ്റ് മൺഡേ തുടങ്ങി എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കുട്ടിയെ വിടാം. ഞാൻ അങ്ങനെ വിടാറുള്ളൂ. 2 അങ്ങനെ വിടാറുള്ളൂ. അങ്ങനെ ചിലവരങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്, ചിലവര് ശ്രദ്ധിക്കില്ല. 2 ദിവസം കഴിഞ്ഞ് എന്ത് ചെയ്യും, കുട്ടിയെ വിടും. അപ്പൊ ശരിക്കും മാറിയിട്ടുണ്ടാവും. ഉള്ളിൽ ആ ഒരു ബാക്ടീരിയ അല്ലെങ്കിൽ ആ ഒരു അണുക്കൾ ഉണ്ടാകും. അത് മറ്റുള്ളവരിലേക്ക് എന്ത് ചെയ്യും, സ്പ്രെഡ് ആവുകയും ചെയ്യും. അപ്പൊ അത് നല്ല പനിയാ. നല്ല പനിയാണല്ലേ? ഓക്കെ. നാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ശരി മാം. ഓക്കെ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ആക്ടിവിറ്റി തരാം കേട്ടോ.
അതായത് ഇതിനകത്ത് 2 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വാക്സിനേഷനും കാര്യങ്ങളുമാണ് പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്യാ, 15 വയസ്സ് വരെ കുട്ടിക്ക് എടുക്കേണ്ട ശരിയായിട്ടുള്ള ഇമ്മ്യൂണിറ്റി വയസ്സായിട്ടുള്ള വാക്സിനേഷനും കാര്യങ്ങളും എന്ത് ചെയ്യാ, ഇതുപോലെ തന്നെ ഒരു ടേബിളിൽ വരച്ചിട്ട് എന്ത് ചെയ്യാ, എഴുതുക. എഴുതോ? എഴുതില്ലേ? മാം എഴുതാം. മാം ഇത് അതിന്റെ ഇതും കൂടി ഇൻക്ലൂഡ് ചെയ്യണം അതിലെ. ഇതും കൂടി ഇൻക്ലൂഡ് ചെയ്തോളൂ. 15 വയസ്സ് വരെ, ജനിച്ച് അപ്പൊ തുടങ്ങി 15 വയസ്സ് വരെ. 15 വയസ്സ് വരെ അല്ലേ. ഒരു ഇമ്മ്യൂണൈസേഷൻ ചാർട്ട് സാറ് ജിഷ മാം തന്നിട്ട് ഞങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു അസൈൻമെന്റ്. അത് 15 വയസ്സ് വരെയാണോ? അതെ അതെ ആണല്ലേ? എന്നാ അത് മതി, എന്നാ കുഴപ്പമില്ല, എന്നാ വീണ്ടും എഴുതേണ്ട ആവശ്യമില്ല. അത് മതിയല്ലോ മാം. അത് മതി. സബ്മിറ്റ് ചെയ്തതാ മാം. സബ്മിറ്റ് ചെയ്തതാണ്. അതെ ഓക്കെ, അത് മതി. ഓക്കെ മാം. നെക്സ്റ്റ് നോക്കൂട്ടോ, ഹെൽത്ത് ചെക്കപ്പ്. ആരാ ഒന്ന് വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാ? കീപ് സ്മൈലിംഗ് ഒന്ന് വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്തേ. ഒരാള് കീപ് സ്മൈലിംഗ്. ഓക്കെ. A regular health checkup of the child should be attempted and a health record should be maintained. Health examination should include general appearance, body structure, recording of pulse, temperature measurement, height, weight, respiratory rate, chest and abdomen examination, neck, eyes, ears, nose, throat, teeth, hair, skin, nail, vision, hearing, mental impartiality, movement of limbs, urine and stool examination, etc. This helps in early detection of defects such as defective vision, dental caries, etc. A health checkup should be the duty of parents as well as the school. Any problem diagnosed or disclosed should be immediately attended to. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യട്ടെ? എക്സ്പ്ലെയിൻ ചെയ്തോ. അതായത് ഒരു കുഞ്ഞിന് ഒരു ഹെൽത്തിൻ്റെതായിട്ടുള്ള ഒരു റെക്കോർഡ് നമ്മൾ കീപ്പ് ചെയ്യണം. ഹെൽത്ത് റെക്കോർഡ് എന്ന് വെച്ചാൽ അതിൻ്റെ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ജനറൽ അപ്പിയറൻസ്, കുട്ടിയുടേത് എങ്ങനെയാണ്, കാണാൻ എങ്ങനെയാണ്, അതിൻ്റെ ബോഡി സ്ട്രക്ചർ, അതിൻ്റെ ഹാർട്ട് ബീറ്റ്, ടെമ്പറേച്ചർ, അതിൻ്റെ മെഷർമെൻറ്റ്, കുട്ടിയുടെ ഹൈറ്റ്, വെയിറ്റ്, റെസ്പിറേറ്ററി റേറ്റ് എന്ന് പറഞ്ഞാൽ ഹാർട്ട് ബീറ്റിൻ്റെ റേറ്റ് ആയിരിക്കൂലേ മാം? ശ്വസനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതെ. പിന്നെ ചെസ്റ്റ്, അബ്ഡോമൻ എക്സാമിനേഷൻ, നമ്മുടെ ഈ അടിവയറിൻ്റെയൊക്കെ ഭാഗങ്ങളുണ്ട്, നെക്ക്, ഐസ്, കഴുത്തിൻ്റെത് എങ്ങനെയാണ്, കണ്ണിൻ്റെ കാഴ്ച, ചെവിയുടെ കേൾവി, നോസ്, ശ്വസനമൊക്കെ ശരിയാണോ, ത്രോട്ട്, തൊണ്ട, പല്ലിൻ്റെ ദന്തനിര ഇനി വല്ല കേടുള്ളതാണോ, മുടി, സ്കിൻ, നഖം എങ്ങനെയാണ്, കുട്ടിയുടെ കാഴ്ച, കുട്ടിയുടെ കേൾവി, കുട്ടിയുടെ മെൻ്റലി കുട്ടിയുടേത് എങ്ങനെയാണ് റെസ്പോൺസിബിലിറ്റി ആൻഡ് മൂവ്മെൻറ്റ് ഓഫ് ലിംസ്, കുട്ടിയുടെ യൂറിൻ എങ്ങനെയാണ്, കുട്ടിയുടെ വയറ്റിൽ നിന്ന് പോണത് എങ്ങനെയാണ്, ഇതിനെല്ലാം റെക്കോർഡ് കീപ്പ് ചെയ്യണം. ദിസ് ഹെൽപ്സ് ഏതൊക്കെയെന്ന് വെച്ചാൽ ഇത് കുട്ടിക്ക് നേരത്തെ തന്നെ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടോ, കാഴ്ചക്ക് എന്തെങ്കിലും തകരാറുണ്ടോ, ഡെൻ്റലിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നൊക്കെ ഉള്ളതിന് സഹായിക്കും. ദ ഹെൽത്ത് ചെക്കപ്പ് ഷുഡ് ബി ദ ഡ്യൂട്ടി ഓഫ് പാരൻസ്. ഇത് പാരൻസിൻ്റെയാണ് മെയിനായിട്ടുള്ള ഡ്യൂട്ടി, അല്ലെങ്കിൽ ഇത് സ്കൂളിലത്തെ ടീച്ചറിനാവാം. എനി പ്രോബ്ലം, എന്തെങ്കിലുമുള്ള പ്രോബ്ലം നേരത്തെ കണ്ടുപിടിച്ചാൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റും എടുക്കാം. ഓക്കെ മാം? താങ്ക് യു മാം. താങ്ക് യു. ഇപ്പൊ കുറച്ച് കാര്യങ്ങളല്ലേ കുട്ടിയുടെ ആരോഗ്യ പരിശോധനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇപ്പൊ കീപ് സ്മൈലിംഗ് പറഞ്ഞത് അല്ലേ. അപ്പൊ നമുക്ക് അതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ ജനറൽ ആയിട്ട് അറിഞ്ഞിരിക്കണം. ഹെൽത്ത് ചെക്കപ്പ് എന്തിനു വേണ്ടിയിട്ടാ അല്ലെ? ഹെൽത്ത് ചെക്കപ്പ് എന്താ? ആരോഗ്യ പരിശോധന. അതെന്തിനു വേണ്ടിയിട്ടാണ്, എങ്ങനെയൊക്കെയാണ് നടത്തുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഏതെങ്കിലും ഒരു അസുഖം തടയുന്നതിനോ അല്ലെങ്കിൽ മുൻകൂട്ടി കണ്ടുപിടിക്കുന്നതിനോ, മീൻസ് ഒന്നില്ലെങ്കിൽ ഒരു അസുഖം പ്രിവെന്റ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ അത് ഡയഗ്നോസ് ചെയ്യുന്നതിനോ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ
എന്ത് സഹായിക്കും? ഹെൽത്ത് ചെക്കപ്പുകൾ നിങ്ങളെ സഹായിക്കും. ഓക്കെ, അപ്പൊ ഒരു ആരോഗ്യ പരിശോധന, ഇപ്പൊ ഞാൻ ഒരു ആരോഗ്യ പരിശോധന നടത്തുന്നത് ഏതെങ്കിലും ഒരു അസുഖത്തെ തടയാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അസുഖം എന്റെ ബോഡിയിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് മുൻകൂട്ടി എന്ത് ചെയ്യാനായിട്ട്, കണ്ടുപിടിക്കുന്നതിനോ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ സാധാരണയായിട്ട് എന്ത് ചെയ്യുന്നത്, ഹെൽത്ത് ചെക്കപ്പുകൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഹൃദയം, വൃക്ക, കരള്, ശ്വാസകോശം എന്നിവയുൾപ്പെടെ എന്താണ്, ശരീരത്തിന്റെ പൂർണ്ണമായ പരിശോധനയോ അല്ലെങ്കിൽ എന്താണ് ഡയഗ്നോസിഷനോ അല്ലെങ്കിൽ സ്കാനോ ആണ് പൂർണ്ണ ബോഡി ചെക്കപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സമ്പൂർണമായിട്ട് നമ്മൾ ടോട്ടലി എന്താണ്, നമ്മുടെ ബോഡി ചെക്ക് ചെയ്താല് നമ്മുടെ എല്ലാ തരത്തിലുള്ള എന്തൊക്കെയാ, നമ്മുടെ ഹാർട്ട്, നമ്മുടെ കിഡ്നി, നമ്മുടെ ലിവർ, നമ്മുടെ ലങ്സ്, അതിന്റെയൊക്കെ പ്രവർത്തനങ്ങൾ, അതിന്റെയൊക്കെ ഫങ്ഷൻസ് എങ്ങനെയാണെന്ന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഹെൽത്ത് ചെക്കപ്പ് കൊണ്ട് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ വർഷത്തിലോ ഒരു തവണയെങ്കിലും എന്ത് ചെയ്യണം, നമ്മൾ ബോഡി ചെക്കപ്പ് കൃത്യമായിട്ട് ചെയ്തിരിക്കണം. വർഷത്തിലോ ഒരു തവണ 35 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവരും നിർബന്ധമായും ബോഡി ചെക്കപ്പ് ഡോക്ടറുടെ ഉപദേശപ്രകാരം ചെയ്തിരിക്കണം. ഓക്കെ, അപ്പൊ പ്രത്യേകം ഏജ് ഇവിടെ സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട് അല്ലെ, എബോവ് 35 ഇയേഴ്സ് ആണ്. അതായത് 35 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ എന്തായാലും എന്ത് ചെയ്തിരിക്കണം, നിർബന്ധമായും ഈ ഒരു ബോഡി ചെക്കപ്പ് ചെയ്തിരിക്കണം. കാരണം ആ ഒരു ഏജ് എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയാ, നമുക്ക് പല രോഗങ്ങളും പിടിപെടുന്ന, കാരണം നമ്മുടെ മസിൽസിന്റെ ഒക്കെ സ്ട്രെങ്ത് കുറയുന്ന ഒരു ഏജ് ആണ് 35 എന്ന് പറഞ്ഞാൽ. പിന്നെ എന്താണ്, നമ്മുടെ ഇമ്മ്യൂണിറ്റി, പ്രതിരോധ ശേഷി എന്താ പറയാ, പതുക്കെ പതുക്കെ എന്താണ് കുറഞ്ഞു വരുന്ന അല്ലെ, ആ ഒരു എന്താ പറയാ, ഇൻടേക്ക് ചെയ്യുന്ന ഭക്ഷണത്തിന്റെ അളവായാലും അല്ലെങ്കിൽ നമ്മുടെ ബോഡി, നമ്മുടെ കലോറി ബേൺ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ എന്താണ്, നമ്മളൊന്ന് സൂക്ഷിക്കണം. അതായത് കൃത്യമായിട്ടുള്ള ഒരു ചിട്ടയായിട്ടുള്ള ഒരു ജീവിതശൈലിയിലൂടെ മാത്രമേ നമുക്ക് ജീവിതശൈലി രോഗങ്ങളെ പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞാണ് അല്ലെ, പല ജീവിതശൈലി രോഗങ്ങളും ഉണ്ട് അല്ലെ, ക്യാൻസർ ഉണ്ട്, തൈറോയിഡ് ഉണ്ട്, PCOD ഉണ്ട്, അതുപോലെ തന്നെ ഡയബറ്റീസ് ഉണ്ട്, ഇങ്ങനെയുള്ള പല പല രോഗങ്ങളും നമുക്ക് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഇതിനെയൊക്കെ, അതായത് മുമ്പത്തെ ആളുകൾക്കൊന്നും ഇത് ഉണ്ടായിരുന്നില്ല. ഓക്കെ, കാരണം എന്താ, നമ്മൾക്കറിയാം, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അവരുടെ ശരീരം അല്ലെ, അവരുടെ ഒരു ബോഡി എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, മൂവ് ചെയ്തുകൊണ്ടിരുന്നു അല്ലെ, എപ്പോഴും ചലിച്ചുകൊണ്ടിരുന്നു. കാരണം എന്താ, മുമ്പത്തെ ആളുകൾ കൂടുതലും കൃഷിസ്ഥലങ്ങളിലും മറ്റുമാണ് ജോലി ചെയ്തിരുന്നത്. അപ്പൊ നന്നായിട്ട് വേർത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവർ ജോലി എടുക്കുന്നത് അല്ലെ. പിന്നെ ഭക്ഷണമാണെങ്കിലും എന്താണ്, പുറത്തുനിന്നുള്ള ഒരു ഭക്ഷണമൊന്നും അവർ കഴിച്ചിരുന്നില്ല. വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന കഞ്ഞി പോലുള്ള ഭക്ഷണങ്ങളാണ് എന്ത് ചെയ്തിരുന്നത്, കഴിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്, ഇതിൽ നിന്ന് തന്നെ എന്താണ്, ഈ കഞ്ഞി എന്ന് പറയുന്നത് എന്താ, നല്ലൊരു ഔഷധമാണ് അല്ലെ. അതിൽ നിന്ന് തന്നെ ധാരാളം എന്ത് ചെയ്യുന്നുണ്ട്, പ്രോട്ടീനും മിനറൽസും വിറ്റാമിൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ ഇൻടേക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ വേറൊരു ഭക്ഷണത്തിന്റെ പിന്നാലെ പോകേണ്ട കാര്യം ഇവർക്ക് ഇല്ല. അങ്ങനെയുള്ള ഭക്ഷണങ്ങളും കാര്യങ്ങളും ആണ് അവര് കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോ ഈ ഒരു ജീവിതശൈലി, നമ്മുടെ മുമ്പുണ്ടായിരുന്ന ഒരു ലൈഫ് സ്റ്റൈലിൽ നിന്ന് മാറി നമ്മൾ നേരെ എന്താണ്, ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് വന്നല്ലേ. അവിടെ നേരെ ഓപ്പോസിറ്റ് ആണ്, നമ്മുടെ ബോഡി ചലിക്കുന്നില്ല, മൂവ് ചെയ്യുന്നില്ല. നമ്മൾ രാവിലെ എണീറ്റിട്ട് എന്താണ്, ഒരു ചെയറിൽ ഇരിക്കുകയാണ്, നമ്മുടെ ഫ്രണ്ടില് ഒരു കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ നമ്മുടെ ഫ്രണ്ടിൽ ഉണ്ടാകും. രാവിലെ തുടങ്ങി ഈവനിങ് വരെ, മോർണിംഗ് തുടങ്ങി ഈവനിങ് വരെ നമ്മൾ അതിന്റെ മുമ്പിൽ മാത്രം ഇരിക്കണേ. നമ്മുടെ എന്താ പറയാ, മൂവ്മെന്റ്, നമ്മുടെ കൈ ചലിക്കുന്നില്ല, കാല് ചലിക്കുന്നില്ല, നമ്മുടെ ബോഡിയിൽ ഒരു പാട്ട് എന്ത് ചെയ്യുന്നില്ല, മൂവ് ചെയ്യുന്നേ ഇല്ല. ഓക്കെ, പക്ഷെ എന്താണ്, നമ്മള് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഈ ഭക്ഷണം കഴിക്കുന്നത് പുറത്തുനിന്നുള്ള ഭക്ഷണം നമ്മൾ കഴിക്കുന്നത് അല്ലെ. ഓഫീസിലൊക്കെ ആവുമ്പോൾ ഫാസ്റ്റ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലാണ്, പിസ്സ, ബർഗർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിച്ച് എന്ത് ചെയ്യും, ഈ ഇപ്പൊ നമ്മുടെ ബോഡി അനങ്ങാത്തതുകൊണ്ട് തന്നെ ഇതൊക്കെ കഴിച്ച് നമ്മുടെ ബോഡി പാർട്സ് ഓരോന്നായിട്ടല്ലേ, നമ്മുടെ ബോഡിയിലെ ഓരോ ഭാഗങ്ങളും എന്ത് ചെയ്യാൻ തുടങ്ങും, വീർത്ത് വരാനായിട്ട് തുടങ്ങും അല്ലെ. അതിനെയാണ് നമ്മൾ ഒബിസിറ്റി അഥവാ പൊണ്ണത്തടി എന്ന് പറയുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവനുസരിച്ച് നമ്മൾ അത് എന്ത് ചെയ്യണം, ബേൺ ചെയ്ത് കളയണം. ഓക്കെ, ഒന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക. ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കഴിക്കാം, കുഴപ്പമില്ല, കഴിക്കുന്നതിന് കുഴപ്പമില്ല, കുറച്ചൊക്കെ നമുക്ക് കഴിക്കാം. കഴിക്കില്ല എന്നല്ല പറയുന്നത്, കുറച്ചൊക്കെ, എല്ലാ ദിവസവും അല്ല, വല്ലപ്പോഴും ഒരിക്കലൊക്കെ കഴിക്കാം നമുക്ക്. പക്ഷെ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, അത് ബേൺ ചെയ്ത് കളയണം. ബേൺ ചെയ്ത് കളഞ്ഞില്ലെങ്കിലാണ് ഇത് നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അടിഞ്ഞുകൂടിയിട്ട് ഈ കൊഴുപ്പ് എന്ത് ചെയ്യും, വില്ലനാവാനായിട്ട് തുടങ്ങും. നമ്മൾക്ക് പലവിധ രോഗങ്ങൾ ഉണ്ടാകാനായിട്ട് തുടങ്ങും. ഓക്കെ,
ഇപ്പൊ 35 വയസ്സെന്നാണ് ഇവിടെ പ്രത്യേകം എടുത്തു പറയുന്നത്. അതിന് മുകളിലുള്ളവർ എന്തായാലും അവരുടെ ജീവിതശൈലി ഒന്ന് ശ്രദ്ധിക്കുക, അവരുടെ ആഹാരക്രമങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. നമുക്കറിയാൻ പറ്റില്ല നമുക്ക് എവിടെയാണ് രോഗം വരുന്നതെന്ന് കേട്ടോ. ആ ജീവിതശൈലി രോഗങ്ങളുടെ ഒരു പ്രത്യേകതയാണത്. പല രോഗങ്ങളും ഉണ്ട്. സ്റ്റക്ക് ആകുന്നുണ്ടോ? ക്ലിയർ ആവുന്നില്ലേ? ക്ലിയർ ആവുന്നുണ്ട്. ഓക്കെ. അപ്പൊ അതിന്റെ ഒരു പ്രത്യേകതയാണ്, നമുക്ക് പറയാൻ പറ്റില്ല എങ്ങനെയാണ് വരുന്നത്, എന്തുകൊണ്ടാണ് വരുന്നത് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ചില ഡോക്ടർമാര് തന്നെ പല അസുഖങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക, പക്ഷെ ഡോക്ടർമാർ കൂടുതലും പറയുന്നത് പ്രോപ്പർ ആയിട്ടുള്ള എന്താ പറയാ ഭക്ഷണ ക്രമവും അതുപോലെ തന്നെ എക്സസൈസും ചെയ്യാനാണ്. എന്താ? വ്യായാമമില്ലായ്മ. അത് തന്നെ, എക്സസൈസ് ഇല്ലാത്തതിന്റെ കുറവ്. അത് തന്നെയാണ്, നമ്മള് കലോറി ബേൺ ചെയ്ത് കളയണം. അതെങ്ങനെയോ ആയിക്കോട്ടെ. ചിലപ്പോ ചില ആളുകൾക്ക് എക്സസൈസിന്റെ ആവശ്യം വരുന്നില്ല. അതായത് ഭയങ്കരമായിട്ട് ഈ ജോയിന്റ് ഫാമിലിയിലൊക്കെ നന്നായിട്ട് ജോലി ഉണ്ടാവും, കൂടുതൽ പണി ഉണ്ടാവും, കിച്ചൺ വർക്ക് ആയാലും. പിന്നെ ഈ പരമ്പരാഗതമായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈല് പിന്തുടരുന്ന ആളുകളുണ്ടല്ലോ, ഓർത്തഡോക്സ് ആയിട്ടുള്ള. ഇപ്പൊ മിക്സി ഒന്നും ഉപയോഗിക്കും. ഇപ്പൊ നമ്പൂതിരി ഇല്ലങ്ങളിലൊക്കെ നമുക്ക് കാണാം അങ്ങനെ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ അങ്ങനെ? നമ്പൂതിരി ഇല്ലങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇല്ല? കണ്ടിട്ടുണ്ട്. എന്താ അവിടുത്തെ പ്രത്യേകത, നമ്പൂതിരി ഇല്ലങ്ങളുടെ പ്രത്യേകത? നമ്പൂതിരികളിലൊക്കെ അരക്കണത് അരകല്ലിലായിരിക്കും, പൊടിയൊക്കെ അരിയൊക്കെ കുത്തണത് ഒരലിലാണ്. വീടിന്റെ ഉള്ളില് കിണറുണ്ടാവും, വെള്ളം കോരാനായിട്ട്. വെള്ളം കോരാൻ കിണറ്. കുടുംബമായിരിക്കും. അതെ, ശരിയാണ്. അതെ, അങ്ങനെ തന്നെയാണ്. എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. ആള് നമ്പൂതിരിയാ. ഓക്കെ. അപ്പോ ഞാൻ അവരുടെ വീട്ടിൽ ചെല്ലുമ്പോ അവരുടെ വീട്ടിലൊന്നും പുറത്തുനിന്നുള്ള ആളുകൾ അലൗഡ് അല്ല. എന്ന് വെച്ചാല് മറ്റുള്ള ആളുകൾ എന്ത് ചെയ്യില്ല, ഇല്ലമാണ്. നോർമലി എന്താ പറയാ, നാലുകെട്ട് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ സ്ഥലത്താണ്. അപ്പൊ അവിടെയുള്ള ഒരു ജോയിന്റ് ഫാമിലി ആയിട്ടാണ് താമസിക്കുന്നത്. അപ്പൊ അവിടെയുള്ള ആളുകള് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് പരമ്പരാഗതമായിട്ടാണ്. ഇപ്പൊ എന്താ ചെയ്യാ, മിക്സി ഉപയോഗിക്കില്ല, അരകല്ലിൽ അരയ്ക്കുന്നത്. അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കില്ല, അലക്കുകല്ലിലാണ് അലക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും എന്താ പറയാ, നെല്ലൊക്കെ ഉണ്ടല്ലോ, അവര് കൃഷിയൊക്കെ ഉള്ള ആളുകളാണ്. അതൊക്കെ എന്ത് ചെയ്യുന്നു, ഇടിച്ച് അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് നെല്ലൊക്കെ കൊണ്ടുവന്ന് ആ ഒരു പറയുന്ന ഉരൽ എന്തോ പറയില്ലേ, ഉരൽ. അതിനകത്ത് എന്താണ്, അത് തന്നെ, അതിനകത്ത് ഇടിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, അതൊക്കെ ചെയ്യുന്ന ആ പ്രോസസ്സിംഗ് ഒക്കെ ചെയ്യുന്നത്. അപ്പൊ ഓരോ ആളുകളും എന്താണ് മാറി മാറി ഈ ജോലികളൊക്കെ ചെയ്യാം. ഓക്കെ. അതുപോലെ തന്നെ മാവാട്ടണത് ആട്ടുകല്ലില്, ആട്ടുകല്ല്, പിന്നെ വെണ്ണ കടയാ. വെണ്ണ കടയാ. കാരണം എന്താ, അവരുടെ വീട്ടില് പശുവുണ്ട്. അപ്പൊ ഈ എല്ലാ കാര്യങ്ങളും പുറത്തുനിന്ന് ഒന്നിനും പോകേണ്ട ആവശ്യമേ ഇല്ല അവർക്ക്. എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാ, അവര് തന്നെ ഉണ്ടാക്കിയെടുക്കുക ചെയ്യുന്നത്. പിന്നെ അവരുടെ ഭക്ഷണക്രമമായാലും എന്താണ്, അധികം മസാലാസ് ഒന്നും യൂസ് ചെയ്യില്ല. ഇപ്പൊ സാമ്പാർ പൊടി കൂടുതലും തൈര്. അത് തന്നെ, തൈര് ഉണ്ടാവും. വെജാണല്ലോ നോർമലി. ഈ വെജിൽ തന്നെ സാമ്പാറൊക്കെ ഉണ്ടാക്കുന്നത് എന്താണ്, നമ്മളൊക്കെ കുറെ സാമ്പാർ പൊടിയൊക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും രുചി കൂട്ടാനായിട്ട് ഉണ്ടാക്കുന്നത്. പക്ഷെ ഇവരത് യൂസ് ചെയ്യില്ല. ഇവര് യൂസ് ചെയ്യുന്നത് ഇവരുടേതായിട്ടുള്ള പൊടികൾ, അതായത് ഇവര് പൊടിച്ചെടുക്കുന്ന പൊടികളുണ്ട്. അതും ഭയങ്കര സ്പൈസി ആയിട്ടുള്ളതല്ല, നോർമലി അധികം എരിവില്ലാത്തത്. അതുപോലെ തന്നെ ചമ്മന്തികളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എന്താണ് വേറൊരു സ്റ്റൈലാണ്. അതായത് നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല, എരിവും പുളിയൊക്കെ ഇല്ലാത്തതുകൊണ്ട്. പക്ഷെ അവരുടേതായിട്ടുള്ള ഒരു രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, അവർ കുക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ കൂട്ടാനുകളുടെ പേര് മുളൂഷ്യം എന്നാണ്. എന്താ മോളെ, കേട്ടില്ല സുജാത? കൂട്ടാൻ കറികളുടെ പേര് മുളൂഷ്യം എന്നായിരിക്കും. ഞങ്ങളൊക്കെ അങ്ങനെ വെക്കുക. കാരണം വറുത്തിടില്ല, ലേശം മുളക് പൊടിയുള്ളൂ, പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിന്റെ ഇല ഇട്ടിട്ട് അങ്ങനെയാണ് കറികള്. അധികം സ്പൈസ് ഉണ്ടാവില്ല, പുളി ഉണ്ടാവില്ല, എരിവ് ഉണ്ടാവില്ല. പക്ഷെ ഭക്ഷണക്രമമാണ് അവരുടേത്. ഒരാൾക്ക് കഴിക്കാൻ അത് ഇഷ്ടാവില്ല, നമുക്ക് അതിന്റെ സ്വാദ് ഇഷ്ടപ്പെടുള്ളൂ. അതെ അതെ, അങ്ങനെയുള്ള ഒരു പ്രത്യേകത ഉണ്ട് അവിടെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ തൈരും കാര്യങ്ങളും കേടും കാര്യങ്ങളൊക്കെ, അത് നമുക്ക് നല്ലതാണ്, ഭയങ്കര നല്ലതാണ് നമ്മുടെ ബോഡിയില്. അപ്പൊ അവർക്ക് അതുപോലെ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇപ്പൊ പരമ്പരാഗതമായിട്ടുള്ള
നമുക്കറിയാം നമ്മുടെ കേരളമൊക്കെ ഭരിച്ചിരുന്നത് മുമ്പ് രാജാക്കന്മാരായിരുന്നല്ലോ. തിരുവിതാംകൂർ രാജഭരണം എന്ന് കേട്ടിട്ടില്ലേ നിങ്ങള്? അപ്പൊ അങ്ങനെയുള്ള രാജവംശം അവിടെ എന്താണ് തമ്പുരാൻ തമ്പുരാട്ടി ഇപ്പോഴും ആ ഒരു ക്രമം തുടർന്ന് വരുന്നുണ്ട്. നമ്മുടെ ഇപ്പൊ അവര് ഭരിക്കുന്നില്ലെങ്കിലും എന്താണ് അവിടെ അവരുണ്ട്. അവരുടെയൊക്കെ ഒരു ഭക്ഷണ ക്രമം അല്ലെങ്കിൽ ആ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് വേറെ തന്നെ. അതുകൊണ്ട് തന്നെ അവർ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. കണ്ടിട്ടില്ലേ നിങ്ങള്? ഒരു ടി വിയിലൊക്കെ വരുമ്പോ കണ്ടിട്ടുണ്ടോ അവരുടെ ഭംഗിയും അതുപോലെ തന്നെ ഒരു ഗാംഭീര്യവും ഒക്കെ കണ്ടിട്ടുണ്ടോ? ഇല്ല മാം, അവരുടെ മുടി പോലും അങ്ങനെ നരച്ചിട്ടില്ല. നമ്മളൊക്കെ ഇപ്പോഴേ തന്നെ നരച്ചു തുടങ്ങി. അത് തന്നെയാ, മുടി പോലെ നരച്ചിട്ടില്ല. ശരിയാണ്. അതായത് ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവം അവര് ചെയ്യുന്നില്ല. പക്ഷെ നോർമൽ നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണത് അവരുടെ ആ ഒരു പുറമേ നിന്നുള്ള ഒരു സ്ട്രക്ചർ. കാരണം അവരുടെ ആ ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണ്. അങ്ങനെ കലാകാലങ്ങളായിട്ട് അവര് ചെറുതിലേ തുടങ്ങി അവരിപ്പോ പ്രസന്റ് ഇപ്പൊ വരെ എന്താണ് അവര് തുടർന്ന് വരുന്ന ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് അവരിപ്പോഴും നല്ല ഭംഗിയായിട്ട് എന്ത് ചെയ്യുന്നത് ഇരിക്കുന്നത്. ഓക്കെ, വീടിന്റെ ഫ്രണ്ടിൽ അത് ശരിയാണ്. വീടിന്റെ ഫ്രണ്ടിലൊക്കെ കാല് കഴുകാനായിട്ടൊക്കെ വെള്ളം വെച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ നോർമൽ ഷാംപൂസ് ഒന്നും നമ്മളൊക്കെ എന്തോരം ഷാമ്പൂ ഒക്കെയാണ് വാരിത്തേക്കുന്നത് അല്ലെ? അവര് ചെമ്പരത്തിയുടെ താളിയാണ് ഉപയോഗിക്കുന്നത് എപ്പോഴും. ഓക്കെ, എന്റെ ഫ്രണ്ടൊക്കെ അത് തന്നെയാ ഉപയോഗിക്കുന്നത്. ഒരു കാച്ചി എണ്ണ, അതുപോലെ തന്നെ ചെമ്പരത്തിന്റെ താളി, ഇതൊക്കെ ഇട്ടിട്ടാണ് അവള് കോളേജിലോട്ട് വരിക. അപ്പൊ ഭയങ്കര, അതായത് എണ്ണ പൊത്തി ഇങ്ങനെ എന്താ പറയാ തലമുടി പൊത്തി വെച്ചിട്ടുണ്ടാവും. കാരണം എന്താ, നിറച്ച് എണ്ണയും താളിയാ തലയില്. ഒരു വേറൊരു സ്മെല്ലാണ്. അവര് വരുമ്പോ തന്നെ നല്ലൊരു പ്രത്യേക സ്മെല്ലാണ്. അത് വേറെ തന്നെ കാച്ചി എണ്ണയുടെയൊക്കെ. അപ്പൊ അങ്ങനെയുള്ളൊരു രീതിയാണ്. ഒന്നും തന്നെ എന്ത് ചെയ്യുന്നില്ല, പുറത്തുനിന്നൊന്നും വാങ്ങിക്കുന്നുമില്ല. നല്ലൊരു ലൈഫ് സ്റ്റൈലാണ് എന്ത് ചെയ്യുന്നത് അവര് പിന്തുടർന്ന് പോരുന്നത്. ഓക്കെ ഓക്കെ അപ്പൊ നമ്മള് 35 വയസ്സിന്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈല് കുറെ രോഗങ്ങൾക്ക് കാരണമാകുന്നു എന്ന് പറയുന്നുണ്ട്. അത് ഹൃദ്രോഗം, ഡയബറ്റീസ് ഉണ്ട്, അതുപോലെ തന്നെ ഇത് മൈഗ്രെയിൻ, അതുപോലെ തന്നെ തൈറോയ്ഡ് പോലുള്ള കാര്യങ്ങള്, ഇതൊക്കെ എന്താണ് PCOD പോലുള്ള കാര്യങ്ങളൊക്കെ ഇതിന് കാരണമാകുന്നുണ്ട്. പിന്നെ അതുപോലെ ഇത് മാത്രമല്ല, ഈ ഭക്ഷണത്തില് ഉയർന്ന തോതിലുള്ള മായം, ഓക്കെ, മായം ചേർക്കുക. അതായത് ഇപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന എന്ത് കാര്യത്തിനായാലും എന്തുണ്ട്, മായമുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന മസാലകളില്, നമ്മൾ ഉപയോഗിക്കുന്ന പ്രിസർവേറ്റീവ്സ് എന്തുണ്ട്, ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾക്ക് രോഗം വരാനായിട്ട് കാരണമാകുന്നുണ്ട്. ഓക്കെ, പിന്നെ നമുക്കിപ്പോ ഈ ഒരു ഹെൽത്ത് ചെക്കപ്പിൽ എന്തൊക്കെ കാര്യങ്ങളാ വരിക, നമ്മൾ എന്തൊക്കെയാണ് ടെസ്റ്റ് ചെയ്യുന്നത് നോർമലി ഒന്ന് പറയാമോ ആരെങ്കിലും? ഒരു ഹെൽത്ത് ചെക്കപ്പ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഹെൽത്ത് ചെക്കപ്പ് നടത്താനായിട്ട് പോവാണെന്ന് വിചാരിക്കാം. അവരെന്തൊക്കെ നമ്മളുടെ ടെസ്റ്റ് ചെയ്യും? നമ്മൾ ഫസ്റ്റിലെ തന്നെ ചെക്ക് ചെയ്യുന്നത് തൈറോയിഡ്, ബ്ലഡ് ഷുഗർ, കൊളസ്ട്രോള്, പിന്നെ ക്രിയാറ്റിൻ ടെസ്റ്റ് ചെയ്യും, കിഡ്നി ഫങ്ഷൻ ടെസ്റ്റ് അത് നടത്തും, പിന്നെ ECG ഇങ്ങനെ ഇതൊക്കെയാണ് ഞാൻ നടത്താറ്. കാർഡിയാക്കിന്റെ ചെക്ക് ചെയ്യും, പിന്നെ കണ്ണിന്റെ, പിന്നെ നമ്മുടെ ലിവർ ഫങ്ഷൻ ടെസ്റ്റ്, തൈറോയിഡ്, പിന്നെ നമ്മുടെ ലിവർ സ്കാനിങ്ങിന് പറയും. നമ്മുടെ ലിവർ, കിഡ്നി അതൊക്കെ എങ്ങനെയാണ് ഫങ്ഷനിങ് ആണോ, ലൈക്ക് ലോക്ക് ആണോ, ലൈക്ക് എന്താ പറയാ കിഡ്നി സ്റ്റോണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ചെക്കിങ്. പിന്നെ മെയിൻ ആയിട്ട് ബ്ലഡ് ടെസ്റ്റും ഇതൊക്കെ ചെയ്യും. പിന്നെ ഓരോ ഡോക്ടേഴ്സ്, അത് 1 ഡേ പ്രൊസീജിയർ ആണ്. കാലത്ത് തുടങ്ങിയ ഒരു ടൈം എടുക്കും തീരാനായിട്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ആദ്യം തന്നെ നമ്മുടെ ബ്ലഡും യൂറിനും ചെയ്യും അവര്. അത് കഴിഞ്ഞ് ലിപ്പിഡ് പ്രൊഫൈല് അല്ലെ, കൊളസ്ട്രോളിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ചെക്ക് ചെയ്യും. അതുപോലെ തന്നെ ചെസ്റ്റ് എക്സ്റേ ഒക്കെ വരുന്നുണ്ട്, ECG വരുന്നുണ്ട്, പിന്നെ എക്കോ വരുന്നുണ്ട്, അതുപോലെ തന്നെ കാർഡിയോഗ്രാഫി. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ബോണിന്റെ ഡെൻസിറ്റി ചെക്ക് ചെയ്യില്ലേ? ഏതാ? ബോണിന്റെ എന്താ അസ്ഥിയുടെ ഒരു ബലക്കുറവും ഇതും ചെക്ക് ചെയ്യില്ലേ? ചെക്ക് ചെയ്യാറ് ഞാൻ പറയാം. വിറ്റാമിൻ, അപ്പൊ ആദ്യം ഞാൻ പറഞ്ഞ ബ്ലഡ്, യൂറിൻ, അതുപോലെ ലിപ്പിഡ് പ്രൊഫൈല്, പിന്നെ എന്താ ചെസ്റ്റ് എക്സ്റേ, എക്കോ, ECG, കാർഡിയോഗ്രഫി, വിറ്റാമിൻ ടെസ്റ്റിംഗ്. ഇപ്പൊ D3 പോലുള്ള വിറ്റാമിൻ D ഒക്കെ ആ ഒരു ഇത് കുറവ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അമിതമായിട്ട് നമുക്ക് വണ്ണം വെക്കാം അല്ലെ. വിറ്റാമിൻ D3 ചെക്ക് ചെയ്യാറുണ്ട്. ചിലർക്ക് തൈറോയിഡിന്റെ പ്രശ്നം ആണ്. ചിലർ ഭയങ്കരമായിട്ട് വണ്ണം വെച്ച് വരുന്ന ഒരു പ്രവണത കണ്ടുവരാറുണ്ട് സ്ത്രീകളിൽ. അപ്പൊ അവർ വിചാരിക്കും തൈറോയിഡ് ആണെന്ന് കരുതും.
പക്ഷെ തൈറോയ്ഡ് ചെക്ക് ചെയ്യുമ്പോൾ എന്തുണ്ടാവില്ല, തൈറോയ്ഡ് ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ അങ്ങനെയുള്ളവർക്ക് വിറ്റാമിൻ D3 എന്തായിരിക്കും, കുറവായിരിക്കും. വിറ്റാമിൻ D3യുടെ കുറവുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, അമിതമായിട്ട് തടി വെക്കുന്ന ഒരു പ്രവണത കണ്ടുവരാറുണ്ട്. അപ്പൊ വിറ്റാമിന്റെ ടെസ്റ്റ് എന്തായാലും ഇതിനകത്ത് ഉൾപ്പെടും. അതുപോലെ തന്നെ അബ്ഡോമിനൽ എക്സാമിനേഷൻ, നമ്മുടെ വയറിന്റെ സ്കാൻ കേട്ടോ. ഓക്കെ, നമ്മുടെ വയറിന്റെ സ്കാൻ ഇതുപോലെ വരും, അബ്ഡോമനിൽ വരും. അതുപോലെ പെൽവിസ്, ഓക്കെ, അടിവയറിന്റെ ഭാഗത്തുള്ള ആ ഒരു സ്ഥലത്ത് എന്ത് ചെയ്യുന്നുണ്ട്, സ്കാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മുടെ PCOD, PCOS പോലുള്ള രോഗങ്ങൾ തിരിച്ചറിയാനായിട്ട് നമ്മുടെ പെൽവിസിന്റെ സ്കാൻ ആണ് എന്ത് ചെയ്യുന്നത്, ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ വയറിന്റെ ഭാഗത്ത് ഇപ്പോ കിഡ്നിയുടെ ഫംഗ്ഷൻ അറിയാനായിട്ട് അങ്ങനെയുള്ള, അതുപോലെ തന്നെ ലിവറിന്റെ ഫംഗ്ഷൻ ഒക്കെ അറിയാനായിട്ട് അബ്ഡോമിനൽ ആണ് എന്ത് ചെയ്യുന്നത്, സജസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ പിന്നെ മാമോഗ്രാം മാമോഗ്രാം ചെയ്യുന്നുണ്ട്. മാമോഗ്രാം പക്ഷെ ഇതിനകത്ത് പെടുന്ന ഒന്നാണോ, അത് എക്സ്ട്രാ നമ്മൾ ചെയ്യണ്ടേ? എക്സ്ട്രാ ചെയ്യേണ്ടതല്ലേ മാമോഗ്രാം? അതെനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. മാം അതെന്തെങ്കിലും മുഴകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അത് വരുള്ളൂ, ആ ടെസ്റ്റ് വരുള്ളൂ. എനിക്കുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്കറിയാം. അത് എക്സ്ട്രാ ചെക്കപ്പ് ആണ്, അത് എക്സ്ട്രാ ചെക്കപ്പ് ആണ്. എനിക്കുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്കറിയാം. ഓക്കെ. പിന്നെ തൈറോയ്ഡ് ഫംഗ്ഷൻ, അത് TSH, T3, T4 ഈ 3 ടെസ്റ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്. TSH മാത്രമല്ല, തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ മാത്രമല്ല, T3, T4ന്റെ അളവും കൂടി എന്ത് ചെയ്യാറുണ്ട്, നമ്മള് ഈ ചെക്കപ്പിൽ നോക്കാറുണ്ട്. അതുപോലെ തന്നെ കിഡ്നി ഫംഗ്ഷൻ നോക്കാനായിട്ട് എന്താ പറയാ, ഇപ്പൊ യൂറിക് ആസിഡിന്റെ അളവ് നോക്കാറുണ്ട്. അതുപോലെ ക്രിയാറ്റിന്റെ അളവ് നോക്കാറുണ്ട്. പിന്നെ യൂറിയ, ഓക്കെ. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് വരുന്നുണ്ട്. അതിനകത്ത് SGPT നോക്കും, SGOT നോക്കും, ബിലിറൂബിൻ നോക്കും. ഇത്രയും കാര്യങ്ങളാണ് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിൽ വരുന്നത് കേട്ടോ. SGPT. ഓക്കെ, അതുപോലെ തന്നെ SGOT. പിന്നെ ബിലിറൂബിൻ. അതുപോലെ തന്നെ പൾമണറി ലങ് ഫംഗ്ഷൻ ടെസ്റ്റ്, നമ്മുടെ ആസ്മ ഉള്ളവരിലൊക്കെ നോക്കുന്ന ഒരു ഇതാണ്, ഉണ്ടാവാറുണ്ട് കൂടുതലായിട്ട്. നമ്മുടെ ലങ്സിന്റെ ആ ഒരു ക്ലിയറൻസിന് വേണ്ടിയിട്ട് നോക്കുന്നതാണ് കേട്ടോ. നമ്മൾ ഈ ചുമക്കൂലേ മാം, ഈ വലിച്ചുള്ള ഈ ചുമ വരൂലേ, അപ്പോഴത്തേക്ക് ഇത് നമുക്ക് ടെസ്റ്റ് ചെയ്യാറുണ്ട് പൾമനോളജിസ്റ്റിന്റെ അടുത്ത്. ചെയ്യാറുണ്ട് അല്ലേ? ഓക്കെ. അതങ്ങനെ ഒരു നമ്മൾ അത് ചെയ്തു വരുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ ആസ്മയ്ക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. പൾമണറി ലങ് ഫംഗ്ഷൻ ടെസ്റ്റ് കേട്ടോ. അതുപോലെ തന്നെ ബ്ലഡ് ഷുഗർ നോക്കാറുണ്ട്, അത് ഫാസ്റ്റിംഗിൽ നോക്കാറുണ്ട്. അതുപോലെ തന്നെ ആഫ്റ്റർ ഫുഡ്, ഫാസ്റ്റിംഗിൽ നോക്കും, ആഫ്റ്റർ ഫുഡ് ഷുഗർ നോക്കാനായിട്ട് ഫാസ്റ്റിംഗിൽ. അതേപോലെ തൈറോയിഡും ഫാസ്റ്റിംഗിലാണ് നോക്കണത്. എനിക്ക് തൈറോയിഡ് ഉണ്ട് അല്ലേ? 6 months കൂടുമ്പോ ചെക്ക് ചെയ്യും മാം. ചെക്ക് ചെയ്യും അല്ലേ? പ്രഷർ ഉണ്ട് എല്ലാം നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഹെപ്പറ്റൈറ്റിസ് ബി ടെസ്റ്റ്, ഓക്കെ, ഹെപ്പറ്റൈറ്റിസ് ബി അതറിയാൻ വേണ്ടിയിട്ട് ഉള്ള ടെസ്റ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ CT കാൽസ്യം സ്കോറിങ്, നമ്മുടെ കാൽസ്യത്തിന്റെ അളവ്, ശരീരത്തിലെ കാൽസ്യത്തിന്റെ അളവ് നോക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, CT കാൽസ്യം സ്കോറിങ് ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്തില് വരുന്നത്, പൊതുവെ. അതായത് ഇത്രയും കാര്യങ്ങളാണ് ഹെൽത്ത് ചെക്കപ്പുകളിൽ സാധാരണയായിട്ട് കാണുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിനകത്ത് മെയിൻ ആയിട്ട് പറയുന്നത്, ഇപ്പൊ ഞാൻ സാധാരണ ഒരു ഹെൽത്ത് ചെക്കപ്പിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഞാൻ നമ്മൾക്ക് നേരെ കുട്ടികളിലെ ആരോഗ്യ പരിശോധനയിലേക്ക് വരാം. അതായത് കുട്ടിയുടെ ആരോഗ്യ പരിശോധന നമ്മൾ പതിവായിട്ട് നടത്തണം. എന്തെങ്കിലും ഒരു ഇറഗുലാരിറ്റി നമ്മൾക്ക് കുട്ടിയിൽ കാണുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഉടനെ തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടെസ്റ്റുകളും കാര്യങ്ങളും നമ്മൾ ചെയ്തിരിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവരുടെ ആരോഗ്യ രേഖ, അവരുടെ ഹെൽത്ത് റെക്കോർഡ് സൂക്ഷിച്ചിരിക്കണം. ഓക്കെ, അതായത് നമുക്കിപ്പോ കിട്ടുക അല്ലെ, നമ്മൾ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് നമുക്കൊരു ഹെൽത്ത് കാർഡ് കിട്ടും, ഗവൺമെന്റ് ഹോസ്പിറ്റൽ അല്ലെ, നമ്മുടെ എന്തായാലും നമുക്ക് കിട്ടാറുണ്ട് ഒരു ഹെൽത്ത് കാർഡ് കിട്ടും. അതിനകത്ത് കുട്ടിയുടെ പ്രോപ്പർ ആയിട്ടുള്ള ഇമ്മ്യൂണൈസേഷനും കാര്യങ്ങളൊക്കെ എന്തുണ്ട് അതിനകത്ത് നമ്മള് ചെയ്തു വെച്ചിട്ടുണ്ട് അല്ലെ. അതായത് ഓരോ കാര്യങ്ങളും മുമ്പേ തുടങ്ങിയുള്ളതാണ്, ജനിച്ചപ്പോ തുടങ്ങി, അല്ലെങ്കിൽ നമ്മള് പ്രഗ്നന്റ് ആയിട്ടുള്ള ആ ഒരു അവസ്ഥയിൽ നമുക്ക് കിട്ടിയപ്പോ തുടങ്ങിയുള്ളതാണ് ആ ഒരു കാർഡ് എന്ന് പറയുന്നത്.
അത് കുട്ടിക്ക് ആ ഒരു 15 വയസ്സിലാണ് അവന്റെ ആ ഒരു ഇത് തീരുന്നത് അല്ലെ, വാക്സിനേഷൻ തീരുന്നത്. അതുവരെ എന്ത് ചെയ്യണം, നമ്മളത് സൂക്ഷിച്ചു വെച്ചേ മതിയാകൂ. നിങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടില്ലേ അത്? പിന്നെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എല്ലാരും സൂക്ഷിച്ചിട്ടുണ്ട് അല്ലെ? ഓക്കെ. അതുപോലെ തന്നെ കുട്ടിക്ക് എന്തെങ്കിലും ചെറിയ രോഗങ്ങളോ മറ്റുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അവരുടെ എന്താ പറയാ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ചീട്ടും മറ്റും കാര്യങ്ങളും എന്ത് ചെയ്യണം, നമ്മള് സൂക്ഷിച്ച് വെച്ചിരിക്കണം. അതായത് നമ്മൾ എന്തായാലും അത് ചെയ്തിരിക്കണം. കാരണം ഇന്നല്ലെങ്കിൽ നാളെ ചിലപ്പോൾ ഡോക്ടറൊക്കെ സ്ഥലം മാറി പോകാം, അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയാ ചിലപ്പോൾ നമുക്ക് ഡോക്ടറെ കാണാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ വേറൊരു ഡോക്ടറെ കാണിക്കുമ്പോൾ അതായത് കുഞ്ഞിന് മുമ്പ് ട്രീറ്റ്മെന്റ് എടുത്തിരുന്ന ആളിന്റെ ചീട്ട് എന്തായാലും എന്ത് ചെയ്യണം, ഒന്നവിടെ നമ്മള് സബ്മിറ്റ് ചെയ്യണം അല്ലെ? ഓക്കെ. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട് മെഡിസിൻ ഓർ ഫുഡ് അലർജി. അതായത് എന്തെങ്കിലും ഫുഡ് അലർജിയുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ മെഡിസിനുമായി ബന്ധപ്പെട്ട അലർജീസ് ഉള്ള കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോ ഇത് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ആ ഒരു ഹെൽത്ത് റെക്കോർഡ് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് സൂക്ഷിച്ചിരിക്കണം. പിന്നെ കുട്ടിയുടെ ജനറൽ അപ്പിയറൻസ് നമ്മളൊന്ന് നോക്കണം. കുട്ടിയുടെ ശരീര പ്രകൃതി എന്ത് ചെയ്യണം, നമ്മൾ നോക്കണം. കാരണം എന്തെങ്കിലും ഒരു വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കുട്ടിയെ എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് തന്നെ ഡോക്ടറെ അടുത്ത് എത്തിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ. അവന്റെ ആ ഒരു ഗ്രോത്ത്, കുട്ടികളുടെ വളർച്ച എന്ന് പറയുന്നത് ആ ഒരു കാലഘട്ടത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പോൾ വളർച്ച കുറവുള്ള കുട്ടികളുണ്ടാവും, വളർച്ച കൂടുതലുള്ള കുട്ടികളുണ്ടാവും. ഇത് രണ്ടായാലും എന്താ പ്രോബ്ലം ആണ് അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികളുടെ കാര്യങ്ങൾ നമ്മൾ കുട്ടിയുടെ ജനറൽ അപ്പിയറൻസ് നോക്കിയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ അബ്നോർമൽ ആയിട്ട് കാണുകയാണെങ്കിൽ കുട്ടി എന്ത് ചെയ്യണം, എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണിക്കാനായിട്ട് ശ്രമിക്കണം. പിന്നെ അതുപോലെ തന്നെ കുട്ടിയുടെ ബോഡി സ്ട്രക്ചർ, ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ബോഡി സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നമ്മളൊന്ന് ഒബ്സർവ് ചെയ്യണം. പിന്നെ കുട്ടിയുടെ പൾസ് റെക്കോർഡിങ് കാര്യങ്ങളൊക്കെ എന്താണ്, നല്ല രീതിയിലാണോ അല്ലെങ്കിൽ നല്ല രീതിയിൽ അത് എന്താ പറയാ അതിന്റെ ഫംഗ്ഷൻ നല്ല രീതിയിൽ നടക്കുന്നുണ്ടോ എന്നൊക്കെ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. പിന്നെ ടെമ്പറേച്ചർ മെഷർമെന്റ് ഇതിൽ വരുന്നതാണ്. പിന്നെ കുട്ടിയുടെ ഹൈറ്റും വെയിറ്റും, ഹൈറ്റിനനുസരിച്ചിട്ടുള്ള വെയിറ്റ് ആണോ കുട്ടിക്കുള്ളത് അല്ലെങ്കിൽ പ്രായത്തിനനുസരിച്ചിട്ടുള്ള വെയിറ്റും കാര്യങ്ങളും ആണോ കുട്ടിക്കുള്ളതെന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അതുപോലെ റെസ്പിറേറ്ററി റേറ്റ്, ശ്വസന ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു ഇത് നോക്കണം. പിന്നെ ചെസ്റ്റ്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചെസ്റ്റ് ആൻഡ് അബ്ഡോമിനൽ എക്സാമിനേഷൻ, അതുപോലെ തന്നെ നെക്ക്, ഐസ്, കുട്ടിയുടെ കഴുത്ത്, കണ്ണ്, ഇയർ, നോസ്, ത്രോട്ട് അല്ലെ? ഇതൊക്കെ എന്ത് ചെയ്യണം, നമ്മള് കൃത്യമായിട്ടും വീക്ഷിച്ചിരിക്കണം. കുട്ടിയുടെ കണ്ണെന്ന് പറയുന്നത് കാഴ്ചയുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ? ഇയർ ചെവി എന്ന് പറയുന്നത് കേൾവിയുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ ത്രോട്ട് എന്ന് പറയുന്നത് വോയിസുമായി ബന്ധപ്പെട്ടതാണ്. ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ അറിഞ്ഞിരിക്കണം. എന്തെങ്കിലും അവന് വിഷൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ കേൾവിക്ക് എന്തെങ്കിലും തകരാറുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇതല്ലെങ്കിൽ എന്ത് ചെയ്യും, അവന്റെ പഠിത്തത്തെ എന്ത് ചെയ്യും, സാരമായിട്ട് ബാധിക്കും. ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളൊക്കെ ആയിട്ട് കുട്ടി വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ കുട്ടി പറയാണ്, അമ്മ എനിക്ക് ക്ലാസ്സിൽ എഴുതുന്നത് പ്രോപ്പറായിട്ട് കാണാൻ പറ്റുന്നില്ല, മങ്ങിയ പോലെയാണ് കാണുന്നതെന്ന് നിങ്ങളോട് കുട്ടി പറയുകയാണെങ്കിൽ എന്ത് ചെയ്യണം, ഉടനെ തന്നെ ഒരു കണ്ണ് ഡോക്ടറെ കാണിക്കാനായിട്ട് നോക്കണം. ചിലപ്പോ ടീച്ചറിനായിരിക്കും ആദ്യം അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുക അല്ലെ? കാരണം ടീച്ചറും ആണ് എന്താ കുട്ടിയുമായിട്ട് കൂടുതൽ ഇന്ററാക്ട് ചെയ്യുന്നത് ആ വിഷന്റേതായിട്ടുള്ള കാര്യങ്ങളിൽ. കാരണം എഴുത്തും വായനയൊക്കെ നടക്കുന്നത് സ്കൂളിലാണല്ലോ. അപ്പൊ വിഷൻ എപ്പോഴും ഇമ്പോർട്ടന്റ് ആയിട്ട് നിൽക്കുന്നത് സ്കൂളുകളിലാണ്, കാഴ്ചയുമായി ബന്ധപ്പെട്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ടീച്ചർക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. സാധാരണ ടീച്ചർമാരാണ് എന്ത് ചെയ്യുന്നത്, പാരന്റ്സിനെ വിവരം അറിയിക്കുക. ഓക്കെ. അതായത് കുട്ടിക്ക് ഒരു വിഷന്റെ ഒരു പ്രോബ്ലം ഉണ്ട്, അവന് ഇത്ര ദൂരത്ത് നിന്ന് ഇത്ര ഇത് വായിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് അവൻ നേരാവണ്ണം വായിക്കുന്നില്ല എന്നൊക്കെ ടീച്ചേഴ്സ് ആണ് പാരന്റ്സിനെ ഇൻഫോം ചെയ്യുന്നത്. അങ്ങനെ ഒരു ഇൻഫോർമേഷൻ നമുക്ക് കിട്ടുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് കുട്ടിയെ ഒഫ്താൽമോളജിസ്റ്റിനെ കാണിക്കാനായിട്ട് നോക്കുക. ഓക്കെ. കണ്ണട ആവശ്യമുള്ള കുട്ടികൾ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ കണ്ണട പ്രിഫർ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യുക, അത് വെക്കാനായിട്ട് നോക്കുക. ചിലപ്പോ കുറെ നാളൊന്നും വെക്കേണ്ട ആവശ്യം വരില്ല. അവർ പറയുന്ന ആ ഒരു പീരീഡ് ഓഫ് ടൈമിൽ മാത്രമേ നമ്മൾ കണ്ണട വെക്കേണ്ട ആവശ്യം കുട്ടിക്ക് വരുന്നുണ്ടാവുള്ളൂ. അപ്പോ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ എന്തായാലും അതുപോലെ തന്നെ എന്ത് ചെയ്യുക. ഓക്കെ. അതുപോലെ തന്നെ ഹലോ മാം, എനിക്കൊരു കാര്യം പറയാനുണ്ട്. മാം, ഈ വിഷന്റെ കാര്യം പറഞ്ഞില്ലേ? അതെ മാം, എനിക്ക് സെയിം അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ, ലൈക്ക് ഇയേഴ്സ് ബാക്ക് ആണ്, സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്കും ഇതുപോലെ കാഴ്ചക്ക് കുഴപ്പമുണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞിരുന്നു. ഞാൻ അടുത്തിരുന്നൊക്കെ TV കാണുന്നേ.
അന്ന് വലിയ റൂംസ് ഒന്നും അല്ലല്ലോ, ചെറിയ റൂം ആയതുകൊണ്ട് അടുത്തൊക്കെ ഇരുന്ന് ടി വി കാണും. അപ്പൊ അവര് പറയും ടി വി കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് അങ്ങനെ അടുത്തിരിക്കുന്നത്, അങ്ങനെയൊക്കെയാണ് പറഞ്ഞിരുന്നത്. ഞാൻ എങ്ങനെയോ 10ാം ക്ലാസ് ഒക്കെ പാസ്സായി. എനിക്ക് ക്ലാസ്സിൽ ഇതുപോലെ ബോർഡിൽ എഴുതുന്നതൊന്നും കാണില്ല. ഞാൻ എന്റെ ഫ്രണ്ട്സിനോട് പറയാറുണ്ട്, ടീച്ചേഴ്സും ഒന്നും അങ്ങനെ അത്ര മൈൻഡ് ഒന്നും ചെയ്യില്ല. പിന്നെ ഞാന് 11th 12th ഹോസ്റ്റലിൽ ചെന്ന് നിന്നപ്പം എന്റെ കൂട്ടുകാരി വന്ന് നാട്ടിൽ നിന്നാണ് വന്നത്. അപ്പൊ അവള് പറഞ്ഞു, അങ്കിളെ ഇങ്ങനെ അവള് എന്റെ നോട്ട് നോക്കിയാണ് എഴുതുന്നേന്ന് അങ്ങനെ പറഞ്ഞപ്പം വാർഡൻ പറഞ്ഞിട്ട് എന്നെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. കോയമ്പത്തൂർ അരവിന്ദ് ഹോസ്പിറ്റലിൽ, അവിടെ ഐ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്തപ്പോ ഡോക്ടർ എന്റെ ഡാഡിനെ ചീത്ത പറയുക ചെയ്തത്. കാരണം ഇത്രയും പവറുള്ള കുട്ടി എങ്ങനെ 10ാം ക്ലാസ് ഒക്കെ പാസ്സായെന്നാ ചോദിക്കുന്നത്. എനിക്ക് 80% ഉണ്ടായിരുന്നു, പക്ഷെ എന്നാലും നമുക്ക് ബോർഡ് കാണില്ല. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇനി ദൂരമുള്ളതൊന്നും വായിക്കാൻ പറ്റില്ല. ഞാൻ ടെക്സ്റ്റ് ബുക്ക് മാത്രമാണ് ഇത് പഠിച്ചു പോകുന്നത്. പിന്നെ അന്ന് തന്നെ -3 ഉണ്ടായിരുന്നു പവർ. അപ്പൊ അത് കാരണം ഞാൻ എന്റെ കുട്ടികൾക്ക് കുട്ടി ഉണ്ടായതിനു ശേഷം ഒരു 3 വയസ്സൊക്കെ ആകുമ്പോ തന്നെ ഞാൻ ഐ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യും. അപ്പൊ എന്റെ രണ്ടാമത്തെ മോക്ക് അതുപോലെ തന്നെ അവൾക്ക് ഈ സ്ക്വിന്റ് പോലെ കണ്ണ് ചെരിച്ചു പോവാ. അപ്പം അങ്ങനെ വന്നിട്ട് ഞങ്ങള് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി കാണിച്ചപ്പം ഡോക്ടർ പറഞ്ഞു ചെറിയ സ്ക്വിന്റ് ഉണ്ട്, പിന്നെ ചെറിയൊരു പ്ലസ് പവർ ആണ്, അതൊരു 12-15 വയസ്സ് വരെ ഇടേണ്ടി വരും എന്ന് പറഞ്ഞ്. ഇപ്പൊ അവക്ക് രണ്ടാമത്തെ ആൾക്ക് കണ്ണടയുണ്ട്. അപ്പൊ എന്റെ പേടിയാണ്, കാരണം എനിക്കുണ്ടായ പോലെ അവർക്ക് ഉണ്ടാവരുതെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ കുട്ടി ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി ചെക്ക് ചെയ്ത കാരണം രണ്ടാമത്തെ ആളുടെ നേരത്തെ, ഇപ്പൊ അവള് LKG കയറുന്നതിന് മുന്നേ അവൾക്ക് കണ്ണട ഇട്ട് അതന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. 1 month കൂടെ ഞാനും ഇരുന്ന് അമ്മയും കണ്ണട ഇടുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് മെന്റലി അവളെ സപ്പോർട്ട് ചെയ്തു. 1 month ട്രെയിൻ ചെയ്ത് കഴിഞ്ഞപ്പോ പിന്നെ LKG ഫുൾ സ്റ്റാർട്ടിങ് തുടങ്ങി കണ്ണട ഇട്ടിട്ടാണ് സ്കൂളിൽ പോയത്. അപ്പൊ നമ്മൾ ശരിക്കും ഈ പവർ ചെക്ക് ചെയ്യണം കുട്ടികളുടെ, അവരെ ശരിക്കും അവരെ പഠിപ്പിനെ ബാധിക്കുന്നതാണത്. ശരിയാണ്, നല്ല അതൊന്ന് ഷെയർ കാര്യമാണ്. ചെയ്യാൻ അത് വിചാരിച്ചു. നന്നായി. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്നാലാണ് മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മനസ്സിലാവുള്ളൂ. ഇപ്പൊ പറഞ്ഞല്ലോ, കാരണം സിജിക്ക് അങ്ങനെ ഒരു അനുഭവം ഉള്ളത് കൊണ്ടാണ് കുട്ടികളുടെ കാര്യത്തില് പ്രത്യേകം നേരത്തെ തന്നെ എന്ത് ചെയ്തത്, ശ്രദ്ധ കൊടുത്തത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റി, നേരത്തെ നമ്മൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ കുട്ടിയുടെ ടീത്ത് നമ്മൾ ശ്രദ്ധിക്കണം. ഹെയർ, സ്കിന്ന്, നെയില്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമ്മള് ശ്രദ്ധിച്ചേ മതിയാവൂ. ഓക്കെ. പിന്നെ മെന്റൽ ചില കുട്ടികൾക്ക് മാനസികമായിട്ടുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടാവാം. അതായത് മനസ്സ് വളരെ കുട്ടികളുടെ മനസ്സ് പൊതുവെ സോഫ്റ്റ് ആണ്, എന്നാലും ചില കുട്ടികൾക്ക് ചില കാര്യങ്ങളൊന്നും പെട്ടെന്ന് താങ്ങാനുള്ള ശേഷി ഉണ്ടാവണം എന്നില്ല. അങ്ങനെയുള്ള കുട്ടികളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യണം, നമ്മള് പ്രത്യേകമായിട്ടുള്ള കെയറും കാര്യങ്ങളൊക്കെ കൊടുക്കണം. പിന്നെ അവരുടെ യൂറിൻ, അതുപോലെ തന്നെ സ്റ്റൂള്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് എക്സാമിൻ ചെയ്യണം. അതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ. ഓക്കെ. അപ്പൊ ഈ കാഴ്ചക്കുറവ്, അതുപോലെ തന്നെ ദന്തക്ഷയം തുടങ്ങിയ വൈകല്യങ്ങൾ നേരത്തെ കണ്ടുപിടിക്കാനായിട്ട് നേരത്തെയുള്ള ഹെൽത്ത് ചെക്കപ്പുകൾ എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നു. ഓക്കെ. പിന്നെ ആരോഗ്യ പരിശോധന എന്നത് കുട്ടികളുടെയും മാതാപിതാക്കളുടെയും അതുപോലെ തന്നെ സ്കൂളിന്റെയും കടമയായിരിക്കണം. അപ്പൊ വെറുതെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇതൊന്ന് എങ്ങനെയെങ്കിലും ചെയ്ത് അങ്ങനെയുള്ള രീതിയിലല്ല, അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ. ആസ് എ ടീച്ചർ അല്ലെങ്കിൽ ആസ് എ പാരന്റ് എന്ന രീതിയിൽ എന്ത് ചെയ്യണം, നമ്മുടെ കുട്ടികളുടെ ഹെൽത്ത് ചെക്കപ്പ് നടത്തിയിരിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. എന്തെങ്കിലും എല്ലാ തരത്തിലുമുള്ള ഹെൽത്ത് ചെക്കപ്പുകളല്ല കേട്ടോ, കുറെ പറയുന്നുണ്ട്. അതല്ല, എന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റി കുട്ടിയിൽ കാണുകയാണെങ്കിൽ, അവരുടെ കാഴ്ചയുമായി ബന്ധപ്പെട്ടോ കേൾവിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ എന്താ പറയാ പറയുന്നതുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും കാണുവാണെങ്കിൽ ഉടനെ തന്നെ പാരന്റ്സിനെ ഇൻഫോം ചെയ്യുക, അവരെ അവയർനെസ് കൊടുക്കുക. കുട്ടി എന്ത് ചെയ്യുക, നേരെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡോക്ടറെ അടുത്ത് കൊണ്ടുപോവുക. ഓക്കെ. മാം, വൺ മോർ തിങ് മാം. എന്റെ ഈ രണ്ടാമത്തെ മോൾക്ക് തന്നെ പല്ലിന് ഞാൻ സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞിട്ട് ഇരിക്കുമ്പോൾ 6 month എനിക്ക് അവളെ അധികം ശ്രദ്ധിക്കാൻ പറ്റില്ല. നമുക്ക് 2.5 വയസ്സാണ്. അപ്പൊ ഇൻലോസിന്റെ അടുത്തായിരുന്നു. അപ്പൊ അവര് ഫുൾ ടൈം ചോക്ലേറ്റ് കൊടുക്കലും അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ പിന്നെ മൈൻഡ് ആക്കിയില്ല, അതങ്ങനെ കൊടുക്കുന്നതാണ്, അവരിഷ്ടത്തിന് കൊടുക്കുന്നതാണ്. ഒരു ദിവസം ഇവള് മടി കിടന്നിട്ട് പറഞ്ഞു, അമ്മ എനിക്ക് പല്ല് വേദന എടുക്കണം എന്ന് പറഞ്ഞപ്പോ ഞാൻ വെറുതെ നോക്കിയപ്പോ ഒരു പല്ല് ചെറിയ ഈ എന്താ പറയാ കേട് വന്ന പോലെ ഉണ്ടായിരുന്നു. അപ്പൊ ശരി, ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ട് ഞാൻ കാണിച്ചപ്പം ഞാൻ പറഞ്ഞിരുന്നു, ഡോക്ടർ ചോദിച്ചു കുട്ടി ഭക്ഷണം കഴിക്കുന്നതിൽ വലിയ വ്യത്യാസമുണ്ട്. ഞാൻ പറഞ്ഞു, ഇവള് എപ്പോഴും ഫുഡ് ഫ്രണ്ടിലിട്ടാ കടിക്കുന്നേ, എല്ലാരും ഉള്ളില് 2 സൈഡിലിട്ടാ ചവയ്ക്കുക, ഇവള് ഫ്രണ്ടിലിട്ടാ ചവയ്ക്കുന്നേന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടർ പറഞ്ഞു, കുട്ടീനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കുട്ടിയുടെ പല്ല് പൊടിഞ്ഞു പോവാണെന്ന്. അതായത് കൊച്ചിനെ ഞാൻ പ്രഗ്നന്റ് ആയിരുന്നപ്പോ തന്നെ എന്തോ ആ ടൈമിൽ കിട്ടേണ്ട ഒരു ഇത് പല്ലിന് കിട്ടേണ്ടത് കിട്ടിയിട്ടില്ലാന്ന്.
അപ്പോ അതുകൊണ്ട് പല്ല് പൊടിഞ്ഞു പോവാണ്. അപ്പൊ ഇത് പാൽപ്പല്ലായതുകൊണ്ട് കുഴപ്പമില്ല, നമുക്കത് ഫില്ല് ചെയ്ത് പോകുന്നവരെ വെയിറ്റ് ചെയ്യാം. പുതിയ പല്ല് വരുമ്പോഴും നമ്മളത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് കുറെ സിറ്റിങ്ങിന് പോയിരുന്നു. ഇങ്ങനെ ഒരു ഗ്ലൂ ഒക്കെ തേച്ചു, പല്ലിനകത്ത് എന്തൊക്കെയോ ഒരു ലൈനിങ്ങോ ലെയറോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് തേച്ച് കുറെ നാള് ചെയ്തു. ഇപ്പൊ എന്നിട്ട് അണപ്പല്ല് 2 വെറുതെ ഇങ്ങനെ ഫില്ലിങ് സൈഡ് മാത്രം, അതായത് സൈഡിൽ നിന്ന് പൊടിഞ്ഞു പൊടിഞ്ഞു പോവാണ്. അപ്പൊ അത് ഫില്ല് ചെയ്ത് കൊടുത്തു. ഇപ്പൊ ഫ്രണ്ടിലത്തെ പല്ലുകളൊക്കെ പോയി പുതിയത് വന്നു. അപ്പൊ ഫ്രണ്ടിലെ പല്ല് പോയി കഴിഞ്ഞപ്പോ ആൾക്ക് ഫ്രണ്ടിലിട്ട് ചൂ ചെയ്യാൻ പറ്റില്ല. അപ്പൊ സൈഡിലോട്ട് ഇപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് ഇപ്പൊ ഒരു 8-9 months ആയിട്ട് സൈഡിലോട്ട് ചവച്ചത് പ്രാക്ടീസ് ആയി. അപ്പൊ ഫ്രണ്ടിലത്തെ പല്ല് പോയത് എനിക്ക് ശരിക്കും പറഞ്ഞ ബ്ലെസ്സിങ് ആയിരുന്നു. കാരണം ചവയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് സൈഡിലോട്ട് അങ്ങ് നീങ്ങി. ഇപ്പൊ പക്ഷെ അണപ്പല്ല് പോയിട്ടില്ല. അപ്പൊ ഡോക്ടർ പറഞ്ഞു പുതിയ പല്ല് വന്നാലും നമ്മൾ ശ്രദ്ധിക്കണം, ചിലപ്പോ അത് പൊടിഞ്ഞു പോകാൻ ചാൻസസ് ഉണ്ടെന്ന്. അപ്പൊ നമ്മള് കുട്ടികളെ എന്താണെങ്കിലും പറഞ്ഞ പോലെ എല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. A to Z എന്താണെങ്കിലും എന്തൊരു ഹെൽത്ത് ഇഷ്യൂ അവര് എന്തെങ്കിലും ചിലപ്പോ അവര് പറയാനൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ പറയാനുള്ള പേടിയോ അല്ലെങ്കിൽ ചിലപ്പോ അവര് തന്നെ അതിനെ കാര്യമായിട്ടൊക്കെ എടുത്തിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, കുട്ടി ഇപ്പൊ നമ്മൾ പെരുമാറുന്ന അല്ലെങ്കിൽ ആ ഒരു കുട്ടിയുടെ കോമൺ ആയിട്ടുള്ള ഒരു അപ്പിയറൻസിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മളത് ശ്രദ്ധിക്കേണ്ട ആവശ്യകതയുണ്ട് കേട്ടോ. ഓക്കെ. പിന്നെ ഈ പല്ലിന്റെ ഇതില് വേറൊരു ഇഷ്യൂ കൂടെ ഉണ്ട്. ഇത് ഇപ്പോ ഫീഡ് ചെയ്യുന്ന കുട്ടികളില്ലേ, നമ്മള് ഇപ്പോ ഒരുപാട് കുഞ്ഞു പിള്ളേര് ഫീഡ് ചെയ്തുകൊണ്ട് തന്നെ കിടക്കും. അപ്പൊ അവരിങ്ങനെ നിപ്പിളിങ്ങനെ വായിൽ വെച്ചിട്ട് തന്നെ കിടക്കുന്ന പിള്ളേരുണ്ട്. ഓൾമോസ്റ്റ് പിള്ളേരും നൈറ്റ് കിടക്കാൻ നേരത്ത് അങ്ങനെ കിടക്കുന്നത്. അങ്ങനെ കിടക്കുമ്പോൾ നമ്മുടെ മുലപ്പാലിലുള്ള ചില ബാക്ടീരിയാസ് മുകളിലെ പല്ല്, ഇപ്പൊ കുട്ടികളെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അവരുടെ മുകളിലെ പല്ല് മാത്രമേ ഇതേപോലെ പൊടിഞ്ഞു പോകുള്ളൂ. ഞാനൊരു 3 ഡോക്ടറെ കണ്ടു ഡെന്റൽ കോളേജിൽ. അവരെല്ലാവരും പറയുന്നത് ഈ ഫീഡ് ചെയ്തുകൊണ്ട് ഇങ്ങനെ തന്നെ കിടക്കുമ്പോൾ ആ മുലപ്പാലിലുള്ള ബാക്ടീരിയാസ് ആണ് അവരെ കൂടുതൽ എഫക്ട് ചെയ്യുന്നത്. താഴേന്ന് പറയുമ്പോൾ അവിടെ നാക്ക് നിപ്പിളും പല്ലും കൂടി ചേർത്തല്ലേ പിടിക്കുന്നത്. അതുകൊണ്ട് താഴെ പല്ലിനൊന്നും പറ്റില്ല. മേളിലത്തെ പല്ലിന് ശരിക്കും ഇത് അഫക്ട് ചെയ്യുന്നുണ്ട്. അത് ശരി മാം. ഈ പല്ല് ഡോക്ടർ പറഞ്ഞിരുന്നു ഫീഡിങ് ഇവൾക്ക്, എനിക്ക് 3 പേർക്ക് പാല് കുറവായതുകൊണ്ട് ബോട്ടിൽ ഫീഡിങ് ആയിരുന്നു. അപ്പോ ബോട്ടിലായിരുന്നു, രണ്ടാമത്തെ ആൾക്ക് കൂടുതൽ ബോട്ടിലായിരുന്നു കൊടുത്തിരുന്നത്. അപ്പൊ ഡോക്ടറിന് ബോട്ടിൽ ഫീഡിങ് ആവുമ്പോ ആ ഒരു പ്രശ്നം വരാം, ഈ പല്ല് ഈ പറഞ്ഞ പോലെ പാല് വന്നിരിക്കുന്നത്. പിന്നെ പറഞ്ഞു നമ്മുടെ പല്ല് എപ്പോഴും താഴത്തെ ലെയർ എപ്പോഴും നനഞ്ഞിരിക്കും ഈ നാക്ക് നിൽക്കുന്നോണ്ട്. മുകളിലത്തെ ലെയർ ഡ്രൈ ആയിരിക്കും. അപ്പൊ എന്ത് അസുഖം വന്നാലും മുകളിലത്തെ പല്ലുകൾക്കാണ് വരാന്ന്. പക്ഷെ മോക്ക് മുകളിലത്തെയും താഴത്തെ പല്ലുകൾ ഈ പറഞ്ഞാൽ പൊടിഞ്ഞിട്ടുണ്ട്. അത് ഈ ഹോർമോൺ നമ്മുടെ ആ ഡെലിവറി ടൈമിൽ കുട്ടിക്ക് കിട്ടേണ്ട പോഷകങ്ങൾ എന്തോ കുറവ് വന്നത് കാരണം വന്നതാന്ന് പറഞ്ഞു. പക്ഷെ പിന്നെ ബോട്ടിൽ ഫീഡിങ് അവൾക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ പറഞ്ഞു 3ാമത്തെ കുട്ടിക്കും ശ്രദ്ധിക്കുക, കുഞ്ഞിനും അങ്ങനെ വരാമെന്ന് പറഞ്ഞു. അപ്പൊ അവന് അതിന് മുന്നേ 1 year ആയപ്പോ തന്നെ അവൻ തന്നെ ബോട്ടിൽ സ്റ്റോപ്പ് ചെയ്തു, സ്പൂണോണ്ട് കോരി കൊടുക്കും പാല്. അപ്പം പിന്നെ അങ്ങനെയായി. അപ്പൊ ഈ പറഞ്ഞത് ശരിയാണ്, ബോട്ടിൽ ഈ പാലിന്റെ ഇതിന്നും വരാം പല്ലിന് പ്രശ്നം. ബോട്ടിൽ മാത്രല്ല നമ്മുടെ നിപ്പിള് വെച്ചിട്ടും ഈ കുഞ്ഞു പിള്ളേരില്ലേ നിപ്പിള് വായിൽ വെച്ചിട്ട് തന്നെ കിടക്കുന്ന. എന്റെ കുഞ്ഞിന് ആ ശീലമുണ്ട്. മറ്റേ കുപ്പിപ്പാൽ ഇതുവരെ കൊടുത്തിട്ടില്ല. പക്ഷെ ആൾക്ക് 1 വയസ്സായപ്പോ മുതൽ ഫീഡ് ചെയ്യുന്നത് നിർത്തിയതാ, കണ്ടിന്യൂസ് ഫീഡിങ് നിർത്തിയതാ. പക്ഷെ നൈറ്റ് കിടക്കാൻ നേരത്ത് എന്താണെന്നറിയില്ല ആൾക്കത് വായിൽ വേണം. എന്നിട്ടാണ് ആളുടെ 2 വയസ്സ് വരെ പല്ലിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. 2 വയസ്സിന് ശേഷമാണ് ഇത് പ്രശ്നങ്ങളൊക്കെ സാധാരണ വരാറുണ്ട് എല്ലാവർക്കും. അപ്പൊ എന്ത് ചെയ്യാ, നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാ, നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. വൈകിട്ട് പേട്ടല്ല, മോന് പനിയാണ്, വേഗം ചെല്ലണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം കേട്ടോ. താങ്ക് യു മാം. ഓക്കെ, ഓക്കെ മാം. താങ്ക് യു മാം. ഗുഡ് നൈറ്റ്.